നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇനി 2 ദിവസം മാത്രം ലോകം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏർലി വോട്ടിംഗ് 65 മില്യണോളം പേർ ഏർലി വോട്ടിങ്ങിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് കണക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ ഏർലി വോട്ടിങ്ങിൽ വലിയ തോതിൽ ആളുകൾ എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് എങ്ങനെയായിരിക്കും ട്രെൻഡിന് ബാധിക്കുക എന്നതൊക്കെ നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പ് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ഗ്രൗണ്ട് അനാലിസിസ് നടത്താനായി കുറെ അമേരിക്കൻ മലയാളി സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിന് നമ്മളോടൊപ്പമുണ്ട്. രഞ്ജിത്ത് ആന്റണി ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുമുണ്ട്. സ്വാഗതം എല്ലാവർക്കും. ആദ്യം തന്നെ രഞ്ജിത്തിനോടാണ് ഈ ഒരു ട്രെൻഡ് ഏർലി വോട്ടിങ്ങിന്റെ ഇത്ര ആളുകൾ ഏർലി വോട്ടിങ്ങിനായി എത്തിയത് എന്താണ് സൂചിപ്പിക്കുന്നത്? പൊതുവിൽ പറയാറ് ധാരാളം പേര് റിപ്പബ്ലിക്കന്മാർ ഏർലി വോട്ട് ചെയ്യുന്നവരും ഡെമോക്രാറ്റുകൾ അന്ന് ചെന്ന് തെരഞ്ഞെടുപ്പ് ദിവസം ചെന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യുന്നവരുമാണ് എന്നാണ്. അതിൽ വല്ല കഴമ്പുമുണ്ടോ? എന്താണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്? Okay. So, early voting data ഇപ്പോൾ വന്നതനുസരിച്ചിട്ട് അരിസോണയും നെവാഡയും ഒഴിച്ച് ബാക്കി എല്ലാ സ്വിംഗ് സ്റ്റേറ്റുകളിലും, അതായത് വിസ്കോൺസിൻ, മിഷിഗൺ, പെൻസിൽവാനിയ, നോർത്ത് കരോളിന, ജോർജിയ, ഈ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ഡെമോക്രാറ്റിക് അനുകൂല തരംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരിസോണയും നെവാഡയും എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതിന് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ എനിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് വോട്ടിംഗ് ഡേറ്റിൽ അവർ പിക്കപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കി എല്ലായിടത്തും ഇപ്പം മൊത്തം 66 മില്യൺ ആണ് ശരിക്കും. പിന്നെ അനുപമ പറഞ്ഞ ശരിക്കും 75 മില്യൺ ആൾക്കാർ വോട്ട് ചെയ്തു. അത് 75 മില്യൺ, അതായത് 2020 വോട്ടിങ്ങിന്റെ മൊത്തം വോട്ട് ചെയ്തതിന്റെ ഏകദേശം 60% ആൾക്കാർ ഓൾറെഡി വോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം തന്നെ ഏറ്റവും വലിയ ടേൺ ഔട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും ഈ 2024 എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഒരു ടേൺ ഔട്ട് ഏകദേശം 66-നും 70-നും ഇടയ്ക്ക്, 66-നും 72-നും ഇടയ്ക്ക് ടേൺ ഔട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോഴും വോട്ടിംഗ് ടേൺ ഔട്ട് കൂടുമ്പോൾ അത് ഡെമോക്രാറ്റ്സിന് അനുകൂലമായിട്ട് ഉള്ള വിധിയാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വിംഗ് സ്റ്റേറ്റിലുള്ള അനുകൂല ഘടകങ്ങളും കൂടെ കൺസിഡർ ചെയ്യുമ്പം ഇതൊരു, ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്. എൻ്റെ ഇലക്ടറൽ കോളേജ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 319 വേഴ്സസ് 219 അതിൽ കൂടാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. വേഴ്സ്റ്റ് കേസ് സിനാറിയോ 270-ൽ കൃത്യം 270 വോട്ട് നേടി കമല ഹാരിസ് ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിംഗ് സ്റ്റേറ്റുകളിലെല്ലാം 55% അതിന് മുകളിലോ സ്ത്രീകൾ മാത്രമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളാണ് വോട്ടിന്റെ ഭൂരിപക്ഷവും കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അനുകൂല ഘടകമാണ്. അപ്പോൾ അതായത് ഈ അബോർഷൻ റൈറ്റ്സ് എന്ന് പറയുന്ന പ്രശ്നം ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് മീഡിയയും റിപ്പബ്ലിക്കൻസും ഇതുവരെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എക്കണോമിയും ഇല്ലീഗൽ ഇമിഗ്രൻസും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് മീഡിയയും റിപ്പബ്ലിക്കൻസും ഈവൻ ഡെമോക്രാറ്റ്സ് വരെ അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പം അബോർഷൻ റൈറ്റ്സ് ആണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ളതാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഡാറ്റയിലേക്ക് വരുന്നത് രഞ്ജിത്ത്? ഞാനിത് ചോദിക്കാൻ കാരണം നമ്മളെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് കൂടുതലും കാണുന്നത്. അപ്പം അവിടെയൊക്കെ ഈ
അബോർഷൻ റൈറ്റ്സ് എന്നുള്ള ഒരു വിഷയം ആദ്യ വിഷയമായി എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഗ്രൗണ്ട് ലെവലിൽ വോട്ടർമാർ ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടും കൂടുതൽ വോട്ട് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നതാണോ, അതിൽ കവിഞ്ഞ് നമുക്ക് അതിനെ അനുകൂലിക്കുന്ന മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടോ ഇത് പറയാൻ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശരിക്കും നമ്മുടെ സ്റ്റേറ്റ് വൈസ് ഡാറ്റ എടുത്തിട്ട് ജെൻഡർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യത്യാസം വളരെ അപ്പാരന്റ് ആണ്. അതായത് വിസ്കോൺസിൻ, മിഷിഗൺ, പെൻസിൽവാനിയ, ഈ 3 സ്റ്റേറ്റുകളിലും, ഈ 3 സ്റ്റേറ്റും ജയിച്ചു കഴിഞ്ഞാൽ കമല ഹാരിസ് ജയിച്ചു. ഈ 3 സ്റ്റേറ്റുകളിലും സ്ത്രീകൾ ഏകദേശം 10-12 പോയിന്റുകൾക്ക് അഹെഡാണ് പുരുഷന്മാരെക്കാളും. അപ്പോ ഇത്രയും ഒരു എന്തൂസിയാസം സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം അബോർഷൻ അല്ലാതെ വേറൊരു മാർഗമില്ല. ഇതിന് ഒരു പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 2022 മിഡ് ടേം ഇലക്ഷൻ പിന്നെ ഇതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു മുന്നേറ്റം കണ്ടിരുന്നു എന്ന് മാത്രമല്ല 2020 ഇലക്ഷനിലും ബ്ലാക്ക് വുമൺ ആണ്, ജോർജിയയിലെ ബ്ലാക്ക് വുമൺ ആണ് ശരിക്കും ബൈഡനെ ജയിപ്പിച്ചത് എന്നുള്ള ഒരു സിദ്ധാന്തം നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്യുന്നെങ്കിൽ ആ സ്ത്രീകളുടെ വോട്ടുകളുടെ 70% ഡെമോക്രാറ്റ്സിന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഒരു മോഡൽ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതൊന്ന്. രണ്ടാമത്തേത് സോഷ്യൽ മീഡിയയിലൊക്കെ ഐ ക്യാൻസൽ മൈ ബോയ് ഫ്രണ്ട്സ് വോട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് തന്നെ ഇപ്പം പ്രചാരത്തിലുണ്ട്. ടിക്ടോക്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഐ ക്യാൻസൽ മൈ ബോയ് ഫ്രണ്ട്സ് വോട്ട് എന്നും പറഞ്ഞ് സ്ത്രീകൾ വോട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിടുന്ന ഒരു ഇത് വരുന്നുണ്ട്. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആരും ഇങ്ങനെ വോട്ട് ചെയ്ത് ഐ വോട്ടഡ് എന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ട് കണ്ടതല്ലാതെ ഒരു വീഡിയോ എടുത്ത് അവരുടെ വോട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോസ് ധാരാളമായിട്ട് ഇപ്പോൾ എൻ്റെ ഫീഡുകളിലും ഒക്കെ വരുന്നുണ്ട്. അത് എൻ്റെ ഫീഡ് ഞാൻ അങ്ങനെ അല്ല ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഈക്വൽ ഡെമോക്രാറ്റ്സോ റിപ്പബ്ലിക്കൻസിൻ്റെ ഒക്കെ ഒരു ഈക്വൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ഫീഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഒരു കൺഫർമേറ്റീവ് ബയസിന്റെ പുറത്ത് പറയുന്നതല്ല, ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ റിപ്പബ്ലിക്കൻസ്, വുമൻസ്, സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നയന നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നയന ഷാർലറ്റിലുള്ള ഒരു വ്യക്തിയാണ്. വോട്ടറാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നയന, എന്താണ് പൊതുവിൽ നോർത്ത് കരോലിന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആണ് ഇത്തവണ. നോർത്ത് കരോലിനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഡെമോക്രാറ്റുകൾ അവരുടെ കൺവെൻഷൻ നടത്തിയതും ട്രംപ് ക്യാമ്പയിൻ അവരുടെ ക്യാമ്പയിൻ ആരംഭിച്ചതും. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പൊതുവിൽ ഈ പറഞ്ഞ രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞ സ്ത്രീകളുടെ ഫാക്ടർ അല്ലെങ്കിൽ മറ്റ് നോർത്ത് കരോലിനയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായവ, ഇതിനെക്കുറിച്ച് നയന എന്താണ് കരുതുന്നത്? അനു, എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളിപ്പം വർക്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ കോവിഡ് സമയത്തിന് ശേഷം ഇങ്ങോട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുവിധം എല്ലാവരും തന്നെ ഒബ്വിയസ്ലി ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോക്കൽസ് ആയിട്ട് എനിക്ക് അധികം ഇന്ററാക്ഷൻസ് ഇല്ല. എനിക്ക് അതുകൊണ്ട് അവരുടെ ഒരു ഇത് അറിയേയില്ല. അപ്പം ഐ മീൻ ഈ ഒരു ചേഞ്ച്, ഈ ഒരു ആൾക്കാരുടെ ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ട് ഡെമോക്രാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറെ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. താങ്ക്സ് നയന. സിജിത്ത്, കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വരെ സ്വിംഗ് സ്റ്റേറ്റ് ആയിരുന്ന, ഇപ്പോൾ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആയി ഏതാണ്ട് മാറിക്കഴിഞ്ഞ ഫ്ലോറിഡ, അവിടെയാണ് സിജിത്ത് ഉള്ളത്. സിജിത്ത്, എന്താണ് പുതിയ ട്രെൻഡിനെ കുറിച്ച് കരുതാനുള്ളത്? രഞ്ജിത്ത് ഇപ്പോഴും ഫ്ലോറിഡയെ ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആയി കണക്കാക്കുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലെ രഞ്ജിത്ത്? ഫ്ലോറിഡ ഞാൻ എഴുതി തള്ളി. ഫ്ലോറിഡ ഈ റിപ്പബ്ലിക്കൻസ് എടുക്കും. ഫ്ലോറിഡയില് ഒരു കാവിയേറ്റ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അത് നമ്മൾ അയോവയുടെ ഡെമോയിൻ രജിസ്ട്രാറിന്റെ പോള് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഫ്ലോറിഡ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഘടകമാണ്. പക്ഷെ അത് ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ആ സമയത്ത് ഞാൻ പറയാം.
ഫ്ലോറിഡ പൊതുവിൽ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണെങ്കിൽ കൂടി ഞാൻ താമസിക്കുന്ന കൗണ്ടി, പ്രത്യേകിച്ച് മയാമി ഡെയ്ഡും ബ്രൊവാർഡ് കൗണ്ടികൾ, ബ്രൊവാർഡ് കൗണ്ടി, ഈ രണ്ട് കൗണ്ടിയും ഡെമോക്രാറ്റിക് ലീനിങ് ആണ്. ഇവിടെ കുറെ ലാറ്റിനോസ് ഉള്ളതുകൊണ്ട്, ക്യൂബൻസും സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരുപാട് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ പൊതുവിൽ ഒരു പ്രോഗ്രസീവ് പ്ലസ് ഡെമോക്രാറ്റ്സ് മെജോറിറ്റി കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പം നമുക്ക് അടുത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ കമ്മ്യൂണിറ്റീസ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നത് ഏർലി വോട്ടിംഗ് ഭയങ്കര, ഇന്നിപ്പം നല്ല തിരക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അത് ഡെമോക്രാറ്റ്സിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഫ്ലോറിഡയിൽ നിന്ന് ഉണ്ടാവും തോന്നുന്നില്ല. രഞ്ജിത്ത് പറഞ്ഞതിനോട് തന്നെ ഞാൻ യോജിക്കുന്നത്. വിനോദ് വിജയൻ ഫ്ലോറിഡയിൽ നിന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. വിനോദ്, എന്താണ് വിനോദിന്റെ അനാലിസിസ്? ഒരു കാര്യമാണ് എനിക്ക്, പക്ഷെ ഇങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അധികം പറയാൻ അറിയാത്തൊരു ഏറിയാണ് ഇത്. ഇവിടുത്തെ എങ്ങനെയാണ്, കാരണം ലോക്കൽസുമായിട്ട് ഒരു മെർജും ഇല്ല. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്ലോറിഡ തിരിയുമെന്നൊന്നും കരുതുന്നില്ല, അത് റിപ്പബ്ലിക്കൻസിന്റെ ഡെന്നാണ്. പക്ഷെ കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ട് ഈ നോർത്തിൽ നിന്ന്. അപ്പൊ അത് ചിലപ്പം വോട്ടിങ്ങിന്റെ പാറ്റേണിനെ വേരി ചെയ്തേക്കാം, പക്ഷെ തിരിയില്ല. മൊത്തം ഇലക്ട്രൽ വോട്ടും ട്രംപിനുള്ളതാ. എങ്ങനെ അല്ലാതെ നമുക്കിപ്പോ ഒരു ചെറിയ സ്വിംഗ് ഒന്നും ഉണ്ടായെന്ന് വെച്ചിട്ട് അത് മാറില്ലല്ലോ. പക്ഷെ എനിവേ നോർത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ വോട്ടിംഗ് പാറ്റേണിനെ ബാധിച്ചേക്കുമെന്ന് തോന്നുന്നു. കാരണം മൈഗ്രേഷന്റെ ഡേറ്റ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോൾ നോർത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടന്നിട്ടുള്ള സിറ്റീസ് ഫ്ലോറിഡിയനാണ്. കുറെ ന്യൂബറി ഉണ്ട്. ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം തന്നെ അങ്ങനെ ഒരു മൈഗ്രേറ്റിംഗ് ഏരിയയാണ്. അപ്പോൾ ജോലി ഈ പലതും ഓൺലൈൻ ആയതിനു ശേഷം ഏറ്റവും കുറവ് ഈ പെൻഷൻ ബെനിഫിറ്റ്സുകളും അതുപോലെ തന്നെ ടാക്സിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് ഇങ്ങടേക്കും ആൾക്കാർ വരുന്നു. അപ്പൊ അതൊരു ഫാക്ടറായി മാറിയേക്കാം. പിന്നെ വേറൊന്ന്, ഈ ചെറിയ ചെറിയ നോട്ടങ്ങളാണ്, അതൊന്നും ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഈ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ ഈ ഇപ്പൊ പോലും ഞാൻ മെനഞ്ഞാന്ന് കണ്ട ഒരു കാഴ്ചയാണ്. ഈ പോകുന്ന വഴിക്ക് ഇവരുടെ ഫ്ലാഗ് പറക്കുന്നത് കാണാം. നമ്മുടെ ഈ പഴയ എന്താ പറയുന്നത്, ഈ പ്രോ സ്ലേവറി അങ്ങനെ ഫ്ലാഗിന് അവരതിങ്ങനെ പ്രൗഡായിട്ട് വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന കാണാം. അപ്പം പ്രൗഡ് ട്രംപിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്, പ്രോ ഈ പറഞ്ഞ പോലെ പ്രോ സ്ലേവറി ആൾക്കാർ. അപ്പം അങ്ങനെ പോലും നമ്മൾ ഈ നിൽക്കുന്നത് ഒരു ബബിളില്ല, കുറെയൊക്കെ കൾച്ചറലി എലൈറ്റ് ആയിട്ടുള്ള ഒരു ബബിളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വെളിയിൽ നടക്കുന്ന അറിയില്ല. പക്ഷെ ഡീപ്പ് അണ്ടർബെല്ലി ആണെന്ന് കേട്ടിട്ടുണ്ട്. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഫ്ലോറിഡ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നത്. അതിന് വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷെ ചെറുതായിട്ട് ഈ മൈഗ്രേഷൻ കൊണ്ട് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആൾക്കാരുടെ മനോഭാവത്തിന് മാറ്റമൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിലെ കാര്യം പറയുന്ന പോലെ UP പോലെയാ. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഫ്ലോറിഡ. കാരണം ഫ്ലോറിഡ ഒരു പർപ്പിൾ സ്റ്റേറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ 2020 ബുഷ് ജയിക്കുന്നത് ഈ സുപ്രീം കോടതി ഇടപെട്ടില്ലെങ്കിൽ അൽഗോർ പ്രസിഡന്റ് ആകേണ്ട ഒരു കേസാണത്, അന്നത്തെ ഇത്. അപ്പം ഡെമോക്രാറ്റ് അൽഗോർ പ്രസിഡന്റ്. 2008 2012 ഒബാമ ജയിച്ച സംസ്ഥാനമാണ് ഫ്ലോറിഡ. അപ്പോ ഫ്ലോറിഡ എന്തോ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയത് ഈ ട്രംപ് വന്നതിന് ശേഷമാണ്. അപ്പൊ 2016 2020 മാത്രമേ ഫ്ലോറിഡ ഇപ്പൊ ഈ അടുത്ത കാലത്ത്, ഈ 2000 ശേഷം അടുത്ത കാലത്ത് പിന്നെ റിപ്പബ്ലിക്കൻസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഫ്ലോറിഡയ്ക്ക് വേണമെങ്കിൽ ഡെമോക്രാറ്റ് ആകാം, അതിന് മാത്രമുള്ള വോട്ടുകൾ അവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ഘടകമാണ്. അത് ഈ സന്തോഷ് പറഞ്ഞ പോലെ എന്തെങ്കിലും പഴയ കോൺഫെഡറേറ്റ്സിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളത്. അതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവിടെയുള്ള ക്യൂബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്യൂബൻസിനെ കൺസിഡർ ചെയ്യുമ്പം ക്യൂബൻസ് രണ്ടു തരമുണ്ട്. ഒന്ന്, നേറ്റീവ് ആയിരുന്ന ക്യൂബൻസും കോളനൈസ് ചെയ്ത് സ്പെയിനിൽ നിന്ന് വന്ന് അവിടെ സെറ്റിൽ ചെയ്ത ക്യൂബൻസും ഉണ്ട്. അവര് തമ്മിലൊരു ഒരു ജാതി വ്യത്യാസമുണ്ട്. അതായത് ഈ പിന്നെ
വെള്ളക്കാര് ക്യൂബൻസ് എന്ന് പറയുന്നത് എലീറ്റ് ക്ലാസ് ആണ്. അവിടുത്തെ പിന്നെ ഭൂപ്രഭുക്കളായിരുന്നു. അപ്പോൾ ഫിഡൽ കാസ്ട്രോ വന്നപ്പം അവരവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വത്തും ഒക്കെ അവിടെ വിട്ടിട്ട് പലായനം ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവര് ആ വെള്ളക്കാര് സ്പെയിനിൽ നിന്ന് വന്ന ഡയറക്റ്റ് ഡിസെൻഡൻസ് ആയിട്ടുള്ള ക്യൂബൻസ് അവരെ ഇപ്പോഴും കരുതുന്നത് അമേരിക്കക്കാര് പോലെ വെള്ളക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ കരുതുന്നത്. അപ്പൊ അവര് പൊതുവെ റിപ്പബ്ലിക്കൻസിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹിസ്പാനിക് പോപ്പുലേഷൻ പിന്നെ ഡെമോക്രാറ്റ്സിന് അനുകൂലമാണെന്ന് പറയുമ്പോഴും ഈ ക്യൂബൻസ് എപ്പോഴും മാറി നിൽക്കും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഫ്ലോറിഡ എപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിഡ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം ഇപ്പോൾ ഒഹായോ പോലുള്ള സ്റ്റേറ്റുകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ, ഇത് എനിക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വിംഗ് സ്റ്റേറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പോ നമ്മൾ 10 സ്റ്റേറ്റുകളെയാണ് ഡിസ്കസ് ചെയ്തത്. അതിപ്പോ ചുരുങ്ങി 9, 8, 7 ഒക്കെ ആയി മാറുമ്പോൾ ഇത് ഒക്കെ പരിണമിക്കുന്നത് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകൾ ആയിട്ടാണോ? അതാണ് ഈ ഫ്ലോറിഡ പോലെ തന്നെയാണ്. അപ്പൊ ഇത് ശരിക്കും ഫ്ലോറിഡ പോലെ തന്നെയാണ് ഒഹായോയും എനിക്ക് തോന്നുന്നു ഒബാമ ജയിച്ച സ്റ്റേറ്റുകളാണ് ഒഹായോയും. ഇപ്പം 2008 ഉറപ്പായിട്ട് ജയിച്ചിട്ടുണ്ട്. 2012 എനിക്ക് ഉറപ്പില്ല. പക്ഷെ 2008 ഒബാമ ജയിച്ച ഒരു സ്റ്റേറ്റാണ് ഒഹായോ. ഈവൻ കഴിഞ്ഞ 2020 ഇലക്ഷനിൽ വരെ ഒഹായോ ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒഹായോ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും റിപ്പബ്ലിക്കൻസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ശരിക്കും ഈ അയോവയിൽ വന്ന ഈ ഡെമോയിൻ രജിസ്ട്രിയുടെ പോള്. അത് ആൻ സെൽസർ എന്ന് പറയുന്ന പോൾസ്റ്ററാണ് ഇപ്പം നെയ്റ്റ് സിൽവറിനേക്കാളും ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു പോൾസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്ന. അവർ ഇതുവരെ പ്രെഡിക്റ്റ് ചെയ്ത എല്ലാ പോളുകൾ ഇലക്ഷനുകളും ഓൺ ദി ഡോട്ടായിരുന്നു. അതായത് +7 ഡെമോക്രാറ്റ്സ് വിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +8 വരെയൊക്കെ പോകുമായിരുന്നു. അതായത് 7% ജയിക്കും എന്ന് പറഞ്ഞാൽ 8% ജയിക്കും. അങ്ങനെ അവര് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ 1-2 പോയിന്റുകൾ കൂടുതലാണ് പെർഫോമൻസ് ഉണ്ടാവാറ് സാറിന്. അപ്പൊ അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പോൾസറാണ്. അപ്പൊ ഈ അയോവയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈ മിഷിഗൺ, വിസ്കോൺസിൻ, പെൻസിൽവാനിയ ഒരു മോണോലിത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ 3 ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുക. പെൻസിൽവാനിയ ചുമന്നു കഴിഞ്ഞാൽ 3 ചുമക്കും. പിന്നെ പെൻസിൽവാനിയ നീലിയായി കഴിഞ്ഞാൽ 3 നീലിയായിരിക്കും. അപ്പോൾ അവരെ ഒരു മോണോലിത്ത് ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെയാണ് ഈ അയോവ, ഒഹായോ, കാൻസസ്, ഇന്ത്യാന, ഈ 4 സ്റ്റേറ്റുകൾ. ഈ 4 സ്റ്റേറ്റുകളിലെ നമ്മൾ വിളിക്കുന്നത് കോൺ ബെൽറ്റ് എന്നാണ്. അത് അമേരിക്കയുടെ ഹാർട്ട്ലാൻഡ് ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് ഒക്കെ ഉള്ളത്. പിന്നെ അമേരിക്കയുടെ കാലിഫോർണിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കയെ ഫീഡ് ചെയ്യുന്ന പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹാർട്ട്ലാൻഡ് ശരിക്കും ഈ 4 സ്റ്റേറ്റുകളാണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റുകൾ ഒരുപോലെയാണ്. അപ്പൊ അയോവയിൽ ഇങ്ങനെ ഒരു പോള് വന്ന സ്ഥിതിക്ക് ഈ 4 സ്റ്റേറ്റുകളും ബ്ലൂ ആകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ അവിടെ നിന്നൊന്നും ഒരു പോളും ഇതുവരെ വന്നില്ല. കാരണം അതിനെ എല്ലാം റെഡ് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന കാരണം റിപ്പബ്ലിക്കൻസും അവിടെ പോൾ ചെയ്തിട്ടില്ല, ഡെമോക്രാറ്റ്സും പോൾ ചെയ്തിട്ടില്ല. ഒരൊറ്റ പോള് ഈ 4 പിന്നെ അയോവയിൽ നിന്ന് ഒഴിച്ച് ഈ ബാക്കി 3 സ്റ്റേറ്റുകളിൽ നിന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്കറിയില്ല അവിടെ ആൾക്കാരെങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഈ അയോവയുടെ ഈ പോള് മുന്നിലുള്ളത് കൊണ്ട് we can assume Indiana, Ohio, Kansas can turn blue this year. ഈ ഒഹായോയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനലൈസ് ചെയ്യുമ്പോൾ പഠിച്ച ഒരു കാര്യം, ഒഹായോ എങ്ങനെ വോട്ട് ചെയ്യുന്നോ അതായിരിക്കും കൺട്രിയുടെ വോട്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള ഒരു സ്ട്രോങ് സ്വിംഗ് സ്റ്റേറ്റ് ആയിരുന്നു ഒഹായോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് വരുമ്പോൾ, അതായത് ഞാൻ പറയുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മാത്രം. പിന്നെ വൈറ്റ് ഹൗസ് ഈസ് ത്രൂ ഒഹായോ എന്ന് പറഞ്ഞൊരു സേയിങ് തന്നെ ഉണ്ട്.
ഇന്ത്യയിൽ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയും, ഇവിടെ കൂടുതൽ മെമ്പർമാരുള്ളതുകൊണ്ട്. പക്ഷെ ഒഹായോ കുറഞ്ഞ ഇലക്ട്രൽ കോളേജ് നമ്പർ കുറവാണെങ്കിലും ഒഹായോയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയും. ഇത് തിരിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്തു ഒഹായോ, പക്ഷെ ജയിച്ചത് ബൈഡനാണ് അല്ലെ? അതെ അതെ, അത് 2000 ഓക്കെ, അതെ കറക്റ്റ്. കഴിഞ്ഞ ഇലക്ഷനിൽ മാത്രമാണ് അത് തിരിഞ്ഞു പോയത്. അങ്ങനെയാണ് നമ്മൾ ഈ 3 സ്റ്റേറ്റിലേക്ക് ചുരുങ്ങിയത്. വിസ്കോൺസിൻ, മിഷിഗൻ, പിന്നെ പെൻസിൽവാനിയ എന്ന് പറഞ്ഞ ഒരു 3 സ്റ്റേറ്റിലേക്ക് തിരിയുന്നത് കഴിഞ്ഞ ഇലക്ഷനോടെയാണ്. പക്ഷെ അങ്ങനെ അതൊരു പാറ്റേൺ ആയി രൂപപ്പെട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനുള്ള ഒരു ഘടകവും ഇല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അവിടെ ആരും പോൾ ചെയ്തില്ല. ഇക്കൊല്ലം ഒരു മനുഷ്യനും ഒഹായോയിൽ പോയി പോൾ ചെയ്തില്ല. നമുക്ക് നാഷണൽ പോളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ ഈ കൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റിൽ വല്ല പോളുകൾ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴും ഉണ്ട്. പക്ഷെ അതിലൊന്നും ഈ മറ്റേ മിനി പോളില്ല. ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് നമ്മുടെ ഇതിനകത്ത് ഡിസ്കഷനിൽ പറഞ്ഞ പോലെ എല്ലാ കൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റുകളുടെ പോളുകളിനകത്തും ആരെയാണ് നിങ്ങൾ പ്രസിഡന്റായി കരുതുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം എടുത്താണ് നമ്മളൊരു മറ്റേ നാഷണൽ പോള് കംപ്ലീറ്റ് കുളമായിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഇൻഫറൻസ് ഓരോ സാധനങ്ങൾ ഇൻഫർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ അതും ഇല്ല. അപ്പൊ നമുക്ക് ഒഹായോ, ഇൻഡ്യാന, പിന്നെ കാൻസസ്, ഇവിടുന്ന് നമുക്ക് ഒരു ഡാറ്റയും ഇല്ല. അപ്പൊ നമ്മൾ ഈ അയോവയെ കിട്ടി പോള് വെച്ചിട്ടാണ് നമ്മൾ ഓക്കെ ഇതും അതുപോലെ റെസ്പോണ്ട് ചെയ്തേക്കാം എന്നൊക്കെ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ അയോവ ചുവന്നാൽ, അയോവ ബ്ലൂ ആയാൽ ടെക്നിക്കലി ഒഹായോയും ബ്ലൂ ആവും. ഒഹായോ ബ്ലൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി പിന്നെ ഫ്ലോറിഡയും ബ്ലൂ ആവും. ഇതിന്റെ തിയറി അല്ല. ഇതിപ്പോ ഞാൻ 538 കയറി ഒരു സിമുലേഷൻ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മൾ ഒഹായോ ഹാരിസിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ കാണിക്കും ഈ ഫ്ലോറിഡ അടക്കം ലൈറ്റ് ബ്ലൂ ആയി മാറും, ഡെമോക്രാറ്റിക് ലീനിങ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇതൊരു ആഗ്രഹമാണ്. അല്ല, ആഗ്രഹമല്ല. ഞാൻ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. അതായത് എൻ്റെ ഫ്രണ്ട്സും ഞാൻ കാണുന്ന ആൾക്കാരും ഇന്ത്യക്കാരും ബ്രൗൺ ആയിട്ടുള്ള ആൾക്കാരും എല്ലാം എന്നെ പൊട്ടനെന്നും മണ്ടനെന്നും വിളിച്ചോണ്ടിരിക്കുന്ന അവസരമാണ്. കാരണം എല്ലാവരും പറയുന്നത് ട്രംപ് ജയിക്കാൻ പോകാന്നാണ്. ഞാൻ മാത്രം ഈ ഗ്രൂപ്പിനകത്ത് ഇത് പിന്നെ കമല ഹാരിസ് ജയിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. പക്ഷെ ആ പറയുന്നത് ഞാൻ ഡാറ്റ വെച്ചാണ് പറയുന്നത്. അതായത് പക്ഷെ രഞ്ജിത്തെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ട്രംപിന്റെ റീവിൻ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ ബൈഡൻ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു രഞ്ജിത്ത്. പ്രത്യേകിച്ച് പെൻസിൽവേനിയ ബൈഡന് കിട്ടുമെന്ന്. ജോർജിയ ഈ വർഷത്തെ ഈ ഇലക്ഷന് ക്വൈറ്റ് ഡിഫറെന്റ് ഇൻ ദ സെൻസ് നമ്മുടെ ഈ പോൾസും അതും ഇതും ഡേറ്റ ബേസ്ഡ് അല്ല ഇത് സോർട്ട് ഓഫ് റൈറ്റ്. അത് കുറച്ച് ഡിഫറെന്റാ. ആൻഡ് ഈവൻ നമ്മുടെ ഇറ്റ്സ് നോട്ട് റിയലി ബേസ്ഡ് ഓൺ എനി ഇഷ്യൂസ് ആൻഡ് ഓൾ. ഇപ്പം നമ്മൾ കൂടുതൽ ഡിബേറ്റ്സ് ഒന്നും അത്രയൊന്നും കണ്ടു കാണത്തില്ല. യൂഷ്വലി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഡിബേറ്റ്സും അതും ഇതും ഒക്കെയാ കാണുന്നത്, റൈറ്റ്? സോ ഈ ഇലക്ഷൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനത്തെ ഒന്നുമില്ല, റൈറ്റ്? കുറച്ചിപ്പം nearing the election we are seeing lot of campaigns and lot of things like that, right? പക്ഷെ അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പം ഈവൻ ഈ പോൾസ് ഒന്നും ആൾക്കാരൊന്നും ഒത്തിരി ഒന്നും ഇത് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് എ ഡിഫറെന്റ് ഇലക്ഷൻ, റൈറ്റ്? ഇപ്പൊ ഇതിനകത്ത് കാര്യങ്ങള് ലൈക്ക് പോപ്പുലർ വോട്ട്സും അതും ഇതും പല കാര്യങ്ങളും ഉണ്ട്, റൈറ്റ്? ബട്ട് ദ തിങ് ഈസ് ഞാൻ റൂമറായിട്ട് പറയുക, ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ ജോക്ക് കൈൻഡ് ഓഫ് തിങ്. സോ there has been lot of early voting which has happened, right? A massive percentage of early voting which has happened, right? And most of the states, right, but like I think except Arizona, most of the states, the early voting processing happens during the election day, right? ഓരോ സ്റ്റേറ്റിന്റെയും ഓരോ റൂൾസ് ഉണ്ട് അതിനനുസരിച്ച്. പക്ഷേ അതുകൊണ്ട് ഒരു ഡിലേഡ് റിസൾട്ട്സിന്റെയും പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഏർലി വോട്ടിങ്ങിനെ പ്രോസസ് ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു വെരിഫൈ ദ IDs ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ആർ ദേർ, റൈറ്റ്? അപ്പൊ അത് ചിലപ്പം November 5th ആക്ച്വൽ ഡേ വോട്ടിംഗ് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്, റൈറ്റ്? സോ അതൊരു ആസ്പെക്ട് ഉണ്ട്. ബിക്കോസ് ആക്ച്വലി ഐ എം എ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്.
and also like financial person. So ഞാൻ ഈ നമ്മുടെ ഓപ്ഷൻ കോൺട്രാക്ട്സും അതിൻ്റെയൊക്കെ ഡേറ്റ നോക്കി നമുക്ക് ഒത്തിരി മാർക്കറ്റൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 8th 15th ഒന്നും ക്ലിയർ റിസൾട്ട്സ് വരാൻ ചാൻസ് ഒരു പ്രോബബിലിറ്റി കുറവാന്നുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ അകത്ത് പ്രീമിയംസ് ഒക്കെ സെറ്റ് ആയിട്ടുള്ളത്. റൈറ്റ്, ഞാനൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറയുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ട് ഇതിനകത്ത്. ദർ ഇസ് എ ചാൻസ് ഓഫ് എ ഡിലേഡ് റിസൾട്ട് ഓൾസോ, റൈറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ക്ലോസ് ഇറ്റ് ഗോസ്, റൈറ്റ്. And the other aspect is that it's like, I mean, ഈ തിയറി കേട്ട് കാണും, പക്ഷെ ഒത്തിരി ഒന്നും ഇതില്ല. It's more like not like a Republican versus a Democrat election, right? Even though the issues are, which is like abortion, അങ്ങനത്തെ ഒക്കെ കുറെ issues ഉണ്ട് which are against Republicans, right? Even though a lot of issues are there, but the voter percentage is not, the concerning. ഇപ്പം ഈ അബോർഷൻസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസും അങ്ങനത്തെ ഒരു ജെൻഡർ തിങ്സ് ഒക്കെ ആ ഒരു ഇഷ്യൂസ് വിച്ച് ആർ ഗോയിങ് അഗെയിൻസ്റ്റ് റിപ്പബ്ലിക്കൻസ്, റൈറ്റ്. But the thing is that voter, ഇപ്പൊ നമ്മൾ മീഡിയയിലൊക്കെ കാണുമായിരിക്കും, there were a lot of people, lot of campaigns happening saying that, oh, we are completely against it and Republicans will mess it up, they'll mess up with the freedom, democracy and all. But when it translates to the voting people, it's very less. That is the reality at this point of time currently. ഇപ്പം കുറെ ചിലപ്പം illegals ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ really ഒത്തിരി young people ആയിരിക്കും, they won't even vote or they don't even wait, right? But to cut short, this election is little similar to the 8-year back election, right? 8-year back ulla election naathu. So I don't know how much you guys know, but United States never had a female president. Okay, so it's like there is a bhayangara resistance and a barrier or ceiling kind of thing. And the irony is that resistance is for no reason. There is absolutely no reason. No one is against a female president, right? Everyone is more than happy in US and forward-looking thinking. But still there is a resistance. And our resistance on the അപ്പം ലാസ്റ്റ് 8 years ബാക്ക് ഉള്ള സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ഹിലറി ക്ലിന്റന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് ഷീ വിൽ ബ്രേക്ക് ദ സീലിംഗ്, റൈറ്റ്? പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ഇമെയിൽ തിങ് ഹാപ്പൻഡ് ആൻഡ് വാട്ട് എവർ നോട്ട് ഹാപ്പൻ ആൻഡ് ഡൊണാൾഡ് ട്രംപ് വൺ. ആൻഡ് ഡൊണാൾഡ് ട്രംപ് ഹിംസെൽഫ് വാസ് ലൈക്ക്, പലരും പറയുന്നുണ്ട് ലൈക്ക് ഹി വാസ് ലൈക്ക് utterly surprised that how did he won, right? So now after that ഇപ്പോഴത്തെ ഒരു സിനാരിയോയും അതുപോലത്തെ ഒരു. സോ ഇറ്റ്സ് ലൈക്ക് മെനി പീപ്പിൾ ലൈക്ക് റൂമറിന് കൺസിഡർ ചെയ്തു. ദേ കൺസിഡർ, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഡെമോക്രാറ്റ് വേഴ്സസ് റിപ്പബ്ലിക്കൻ എലക്ഷൻ അല്ല, ഇതൊരു മെയിൽ വേഴ്സസ് ഫീമെയിൽ എലക്ഷനാണ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഗോസ്, റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പം why Donald Trump is so confident? It's because if he can win with Hillary, and there is also like Elon Musk, I think വേറെ എവിടെയോ പറഞ്ഞതുപോലെ, ഐ മീൻ സീക്രട്ട് ആയിട്ട് എവിടെയോ പറഞ്ഞതുപോലെ ഇത് എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു, റൂമേഴ്സ് അഗൈൻ, that Donald Trump can only win in this country if there is a female candidate against him. There is no other way, right? Joe Biden ICU in the contest ചെയ്താൽ പോലും he will win. There's absolutely no chance that Donald Trump will win if there is a male candidate against him, right? So അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. സോ പിന്നെ എലോൺ മസ്ക് പോലെയുള്ള ആള് ലൈക്ക് ഹി ഈസ്, ഐ മീൻ റിപ്പബ്ലിക്കൻ വാസ് ലൈക്ക് ഒരു പേടി സ്വപ്നം പോലെ ആയിരുന്നു. Like last time when Republicans came to power, right, and Donald Trump came to power, he was like, okay, ഭയങ്കര ടെസ്ലയുടെ സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഡൗൺ പോയി, ആൻഡ് നൗ ഹി ഈസ് സപ്പോർട്ടിങ് റിപ്പബ്ലിക്കൻ. അതിനകത്ത് ഉള്ള ഒരു അനാലിസിസ് ആൾക്കാർ ജോബി ഇടപെടുകയാണ്, സോറി. ജോബി പറയുന്നത് എല്ലാ സാഹചര്യവും വെച്ച് നോക്കുമ്പോൾ ഇത്തവണയും ഒരു ഫീമെയിൽ ഈ ഗ്ലാസ് സീലിംഗ് ഉടച്ച് പുറത്തു വരാനുള്ള സാധ്യത ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനാണ് വിജയ സാധ്യത എന്നുമാണ്. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ മെയിൽ ഫീമെയിൽ ഇലക്ഷൻ. അതൊരു കാര്യമുള്ള കാര്യമല്ലേ രഞ്ജിത്ത്? അമേരിക്ക റെഡി ആയിട്ടുണ്ടോ ഒരു ഫീമെയിൽ പ്രസിഡന്റിന്? രഞ്ജിത്ത് പറഞ്ഞ ഡാറ്റ
ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ സ്ത്രീകളാണ് വന്ന് വോട്ട് ചെയ്യുന്നത് എന്ന്. അതൊരു പോസിറ്റീവായ വനിതകളെ സംബന്ധിച്ച് ഒരു ഇൻഡിക്കേറ്റീവായ കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ രാജ്യം റെഡിയാണോ ഒരു ഫീമെയിൽ പ്രസിഡന്റ്? റെഡി ആണെന്ന് ഫീമെയിൽ പ്രസിഡന്റ് റെഡി ആണോ എന്നുള്ളതല്ല. ഇപ്പൊ ഈ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെതിരെ ഒരു കച്ചിത്തുറുവിനെ നിർത്തിയാൽ പോലും ജയിക്കും. അത്രയ്ക്ക് ആൾക്കാർ വെറുത്ത്. കാരണം ട്രംപ് ഹാസ് ഓവർ മാർക്കറ്റഡ് ഹിംസെൽഫ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ ഒരേ കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് റെട്ടറിക്കുകൾ ഭയങ്കരം ടോക്സിക് ആയി വരികയാണ് ഓരോ ദിവസം തോറും. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ ഈസ് റണ്ണിങ് അഗൈൻസ്റ്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു അരിച്ചാക്കോ കച്ചിത്തുറുവോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ ചാക്കിനെ നിർത്തിയാൽ വരെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ അത് തന്നെ എല്ലാവരും പറയുന്നത്, റൈറ്റ്? എക്സെപ്റ്റ് ദാറ്റ് ആ അരിച്ചാക്ക് ഒരു ഫീമെയിൽ ആയി കഴിഞ്ഞാൽ ട്രംപ് ജയിക്കും. അഗൈൻ അനുപമയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഈസ് അമേരിക്ക റെഡി? America is ready like 3 decades back. It's always ready for a female president. It's absolutely, there is no one thing. But then there is a resistance. Adoru psychological oru resistance. ആ റെസിസ്റ്റൻസിനാണ് നമ്മള് റെഡി അല്ല എന്ന് പറയുന്നത്. ബോബി, ഈസ്റ്റ് കോസ്റ്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. അപ്പോ എന്താണ് അവിടെ നിന്നുള്ള ഒരു വൈബ് ഇപ്പൊ നമുക്ക് കിട്ടുന്നു? ജനറലി അതൊരു ഒതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിലും ഒക്കെ 2-3 കാര്യങ്ങളാണ് പ്രൈമറിലി ഇതിനെ ബാധിക്കുന്നത്. ഒന്ന് രഞ്ജിത്ത് പറഞ്ഞ മാതിരി സെക്ഷൽ ഓട്ടോണോമി എന്ന് പറഞ്ഞൊരു സാധനം, മൈ ബോഡി മൈ ഫ്രീഡം, ഇതൊക്കെ വളരെ വൈകാരികമായിട്ട് യങ് ജനറേഷൻ്റെ ഇടയിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പ്രോ കമല ഹാരിസ് ആയിട്ട് വരും എന്ന് തോന്നുന്നുണ്ട്. ന്യൂജേഴ്സി കമ്പാരിറ്റീവ്ലി കുറച്ച് സേഫ് ആണെന്ന് തോന്നുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നുണ്ട് എന്നും തോന്നുന്നുണ്ട്. അപ്പൊ അതിന് ഈ അടുത്തൊരു റിപ്പോർട്ട് കാണാനുണ്ടായി. ഇമിഗ്രൻസിന് ഇടയിൽ ഇന്ത്യൻ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇതാണല്ലോ, ഫാക്ടർ ആണല്ലോ ന്യൂജേഴ്സിയിലും ഒരുപക്ഷെ ഈ ട്രൈ സ്റ്റേറ്റിൽ പൊതുവെ. അപ്പോൾ അവരുടെ ഇടയിൽ ഫീമെയിൽ പോപ്പുലേഷന്റെ ഇടയിൽ കമല ഹാരിസിന് മുൻതൂക്കവും മെയിൽ പോപ്പുലേഷന്റെ ഇടയിൽ ട്രംപിന് മുൻതൂക്കം ഉണ്ട് എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ ജെൻഡർ ഇതിനകത്ത് യങ്ങർ ജനറേഷൻ ഇസ് മോർ പ്രോ കമല ഹാരിസ് ആൻഡ് ഓൾഡർ പോപ്പുലേഷൻ ഇസ് മോർ ട്രംപ്. അപ്പോൾ ഇതിൽ ആര് സക്സീഡ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതേസമയം എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയിട്ട് ഇതുവരെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവും സമാധാനവും ഒന്നും നമ്മളുടെ ചർച്ചയിൽ ഇതുവരെ വന്നിട്ടില്ല. രഞ്ജിത്ത്, ഐ ഡോണ്ട് നോ ഇഫ് യു സ്പോക്ക് അബൌട്ട് ഇറ്റ്, ബട്ട് അതൊന്നിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അത് വോട്ടിനെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. കാരണം വേൾഡ് വൈഡ് പല കൺട്രി ഹെഡ് ക്വാർട്ടേഴ്സുകളിലും വലിയ വലിയ പ്രൊട്ടസ്റ്റുകൾ യുദ്ധത്തിനെതിരെയും കൂട്ടക്കുരുതിക്കെതിരെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വോട്ടേഴ്സിനെ വോട്ടേഴ്സ് അതിനോടെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കൂടെ കാത്തിരുന്ന് കാണാനുണ്ട്. കാരണം ഒരു വലിയ ഡൈലമ അമേരിക്കൻ വോട്ടേഴ്സിനുണ്ട്. ഹൂസ് ബെസ്റ്റ് ഓഫ് ദ ഈവിൾ എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു പ്രോ വാർ കൺട്രിയാണ് അമേരിക്ക എന്നുള്ളൊരു ജനറൽ തോട്ട് നമ്മൾ എല്ലായിടത്തും കാണണ്ടേ. എവറി വാർ ഇൻ ദ വേൾഡ് അമേരിക്ക ഓൺ വൺ സൈഡ് അല്ലേ. അപ്പോ അതിനോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കൂടെ കാത്തിരുന്ന് കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബോബി പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഒന്ന്, ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനും തമ്മിലുള്ള അന്തരം കുറയുന്നു എന്ന്. ഇവർ രണ്ടുപേരും ഏറ്റവും അവസാന നിമിഷം പോലും ക്യാമ്പയിൻ ചെയ്യുന്നത് തീർത്തും 2 പോളിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും ലോകത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇവർ തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ കാര്യത്തിൽ ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാലത്തിലൂടെ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അന്തരം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുകൂടെ ഞാൻ കരുതുന്നത് കൊണ്ട് മൊത്തത്തിൽ ചർച്ചയ്ക്കായി ഇടുകയും രഞ്ജിത്തിനോട് സ്പെസിഫിക് ആയി ചോദിക്കുകയും ചെയ്യാണ്. ഇത് എങ്ങനെയാണ് ഇപ്പോൾ കമലാ ഹാരിസിന്റെ നിലപാടുകൾ പലതവണ ഇക്കാര്യത്തിൽ വിമർശിക്കപ്പെട്ടതാണ്. അവർക്ക് ഇവർക്ക് വോട്ട് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് പല ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റികൾക്കും തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിഷിഗനിൽ നിന്നുള്ള ഇൽഹായ് ഒമർ ഇന്ത്യൻ ജേർണലിസ്റ്റായ ശ്രീനിവാസൻ ജെയിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ദിസ് കുഡ് കോസ്റ്റ് കമല ഹാരിസ് ഹെർ എലക്ഷൻ എന്നാണ്. അത് ഒരു ഡെമോക്രാറ്റിന്റെ ഭാഗത്ത് നിന്ന്, അതും ഇത്ര പ്രമുഖയായ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ പോലും ഉണ്ടായി എന്നത്. ഇത് മിഷിഗനെ പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് വളരെ ഇമ്പോർട്ടന്റുമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഞാൻ അതിനെ ചുരുക്കുകയല്ല. എങ്കിൽ പോലും എത്രത്തോളം ഇത് ഈ തെരഞ്ഞെടുപ്പിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? ഓക്കെ, ഇതാണ് ഈ ഫോറിൻ പോളിസിയുടെ പ്രശ്നമാണത്. ഈ ഇലക്ഷന് നമ്മൾ ഈ ഫോറിൻ പോളിസികൾ അമേരിക്കൻ ഡിസ്കഷൻ വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ അമേരിക്കൻസ്. അതാണ് ബേസിക്കലി. അത് ഇറ്റ്സ് എ സാഡ് ഫാക്ട് ആക്ച്വലി. പക്ഷേ ഫോറിൻ പോളിസികൾ ഒരിക്കലും അമേരിക്കൻ ഇലക്ഷനിലെ പിന്നെ സ്വാധീനിക്കാറേ ഇല്ല. പക്ഷേ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ഇറ്റ്സ് റിപ്പബ്ലിക്കൻ ഓർ ഡെമോക്രാറ്റ്, ഈ ഫോറിൻ പോളിസി ഡസൻറ്റ് ഗോയിങ് ടു ചേഞ്ച്. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അത് കമല ഹാരിസ് ആയാലും ട്രംപ് ആയാലും ഇറ്റ്സ് പ്രോ ഇസ്രായേൽ. അതൊരു സാഡ് ഫാക്റ്റാണ്. ഇനി ഇത് ട്രംപ് ആണെങ്കിൽ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മുസ്ലിംസിനെയും വെറുപ്പാണ്. അപ്പോൾ മുസ്ലിം ബാനൊക്കെ കൊണ്ടുവന്നത് ട്രംപാണ്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി മിഷിഗണിൽ വലിയൊരു അറബ് പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ അത് ഡെമോക്രാറ്റ്സ് വിലയിരുത്തുന്നത് അവരുടെ വോട്ടുകൾ ഒരു ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ മാത്രം 200,000 വോട്ടുകളാണ് അവിടെയുള്ളത്. ശരിക്കും 250,000 വോട്ടുകളാണ് അവിടെയുള്ളത്. ഇത് 50,000 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലീഡ്. എത്രയായിരുന്നു? 50,000 കഴിഞ്ഞ പ്രാവശ്യത്തെ മിഷിഗൺ ലീഡ് 50,000. മിഷിഗൻ ഒരു മേയർ ഈ പ്രാവശ്യം എൻഡോസും ചെയ്തു, ട്രംപിനെ കൊണ്ടുപോയി സബേബ്സിലുള്ള മേയർ. അപ്പോൾ ഈ 250,000 വോട്ടുകൾ ഇവർ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150,000 ആൾക്കാർ സിറ്റ് ഔട്ട് ചെയ്യും, വോട്ട് ചെയ്യാതിരിക്കും. പിന്നെ ഒരു 100,000 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു 60% ഡെമോക്രാറ്റ്സിന് തന്നെ കിട്ടും. 40,000 വോട്ടുകൾ പിന്നെ റിപ്പബ്ലിക്കൻസിന് പോകുമായിരിക്കും. എന്നാൽ പോലും ഇവർക്ക് ജയിക്കാനുള്ള വോട്ടുകൾ മിഷിഗണിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളതാണ് ഡെമോക്രാറ്റ്സ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഹെക്ലേഴ്സൊക്കെ ഈ കമല ഹാരിസിൻ്റെ റാലിക്ക് വരുമ്പോഴും അവരോട് ഒരു അനുഭാവപൂർവമായ ഒരു രീതിയിലല്ല കമല ഹാരിസ് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് ഇവരുടെ വോട്ടില്ലെങ്കിലും എനിക്ക് ജയിക്കാമെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഈ ഫോറിൻ പോളിസി ഈ ലോക്കൽ ഇലക്ഷന്, അമേരിക്കൻ ഇലക്ഷനിൽ ഒരു ഇൻഫ്ലുവൻസും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പുറത്തുള്ളവർ വിചാരിക്കുന്ന ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്നാണ്, പക്ഷെ അല്ല. അല്ല, അവിടെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു രഞ്ജിത്ത്, അത് ഫോറിൻ പോളിസി എന്നുള്ളത് മറ്റൊരു വിഷയവും, ഇത് അമേരിക്കയിൽ തന്നെയുള്ള വോട്ടർമാർ, അതായത് ഇത്ര വലിയ നമ്പർ വോട്ടർമാർ അവരെ ബാധിക്കുന്ന ഒരു വിഷയമായി, അവരെ ഏറ്റവും അധികം ബാധിക്കുന്ന അവരുടെ നമ്പർ 1 വിഷയമായി ഇതിനെ കണക്കാക്കുകയാണ്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ ഫോറിൻ പോളിസി വിഷയം അല്ലാതായി മാറുകയാണ്. അവരെ സംബന്ധിച്ച് അത് അവരുടെ ഒരു ഇമോഷണൽ വിഷയമായി മാറുകയാണ്. അത് ഇപ്പോൾ ചോദിച്ച കാര്യം മനസ്സിലായി. ഇപ്പം ഇത് പോർട്ടോറിക്കൻസിന്റെ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം, നമുക്ക് താരതമ്യം ചെയ്യാം. ഈ പോർട്ടോറിക്കൻസിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ട്രംപിന്റെ റാലിക്കകത്ത് പോർട്ടോറിക്കൻസിനെ അപമാനിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവർക്ക് പിന്നെ ഇലക്ഷനെ സ്വാധീനിക്കാൻ മാത്രമുള്ള വോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിംഗ് വോട്ടായിട്ട് ഡെമോക്രാറ്റ്സിന് വോട്ട് ചെയ്ത് റിപ്പബ്ലിക്കൻസിനെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ മിഷിഗനിലുള്ള ഈ മുസ്ലിം പോപ്പുലേഷൻ്റെ ചോയ്സ് എന്താണ്? അവർ റിപ്പബ്ലിക്കൻസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് മുസ്ലിം ബാനാണ്. കാരണം 2016 ഇവരുടെ പല ബന്ധുക്കളും
നാട്ടിൽ അമ്മയും അപ്പനെയും കാണാൻ പോയിട്ട് അവിടെ കുടുങ്ങി പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതിരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പോൾ റിപ്പബ്ലിക്കൻസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് മുസ്ലിം ബാനാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള കടുത്ത എന്തെങ്കിലും നിയമങ്ങളായിരിക്കും. കമല ഹാരിസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അവിടെ വാറ് നിർത്താനൊന്നും പറയാനുള്ള സ്വാധീനം കമല ഹാരിസിന് ഇല്ല, അല്ല അമേരിക്കയ്ക്കില്ല. കാരണം അമേരിക്കയുടെ സമീപനം എപ്പോഴും പ്രോ ഇസ്രായേലാണ്. അതുകൊണ്ട് അവര് ഒരു ഇൻഫോംഡ് ഡിസിഷനിലായിട്ട് എയ്തർ ദേ സിറ്റ് ഔട്ട് ത്രൂ ദി ഇലക്ഷൻ or they would vote for Kamala Harris. Yeah, that significant impact വരത്തില്ല രഞ്ജിത്ത്. ബട്ട് ഒരു കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ഇവിടെ ഫോറിൻ പോളിസിയിൽ. ഐ അഗ്രി, കുറെ നാൾ മുമ്പൊന്നും അത്ര ഇമ്പാക്ട് ഇല്ല. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ people are like really upset about spending. Okay, they don't care if you are interfering in the war or something. If American taxpayer money is being spent on Ukraine and all those things, people are not appreciating that. Okay, adu oru karyam nammal manasilakanam, because I know the pulse of many people, many middle class people. They are like adippam oru propaganda aayittu varunundarunnu palarudeyum manasil inject cheyidittundu that there has been massive billions of dollars given to Ukraine or so. So exactly on that point only, why would America care? Why are we giving money? Why are we giving American taxpayer money to people, right? But other aspect on that, definitely we cannot. യുദ്ധം കൊണ്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു രാജ്യം കൂടെയാണ്. അപ്പം നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് ആണ് അമേരിക്കയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ. നിങ്ങൾ വേറെ നോക്കുമല്ലേ. They will say that my taxpayer money is being spent. അല്ലെങ്കിൽ അവരെ അങ്ങനെ ഈ മനസ്സിലാക്കും. ടാക്സ് പെയർ മണി എന്ന് പറഞ്ഞാൽ ഉക്രൈനിലല്ല സ്പെൻഡ് ചെയ്യുന്നത്. അത് മറ്റേ ഇവിടെയുള്ള അയോവയിലൊക്കെ ഉള്ള മിസൈൽ ഫാക്ടറീസ് ഒരു $90 ഒരു അല്ല $100 ഒരു ഷെല്ലിന്റെ വില. ആ ഷെല്ല് എന്റെ മാനേജർ, ഞാൻ അയോവയിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പൊ അയോവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാനേജർ പറഞ്ഞ അവിടുത്തെ ബിസിനസ് കൂടി, യുദ്ധം തുടങ്ങുമ്പോൾ ബിസിനസ് കൂടുവാണ്. ലോക്ഹീഡ് മാർട്ടിൻ, all those things. ലോക്ഹീഡ് മാർട്ടിൻ, അത് തന്നെ, നോർട്ടൺ ഗ്രൂപ്പ്. കോമൺ ആൾക്കാരുടെ മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞത്. They are fed that okay, you are just spending the money, you know, and you are not spending the money on Ukraine, you are spending the money on American. Yeah, that is probably America's strategy, right? പക്ഷെ അത് കോമൺ ആൾക്കാരുടെ മനസ്സിൽ അത് അങ്ങനെ പോണമെന്നില്ല. എനിക്കിതിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോ അയോവ കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തായിരുന്നു. അയോവയിൽ വന്നപ്പം അയോവയുടെ സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ അയോവയുടെ നെയ്ബേഴ്സിലെല്ലാം കണ്ടിരിക്കുന്നത്, എന്റെ നെയ്ബർ ഒരു പുള്ളി നിക്കി ഹേലി ആയിരുന്നു ആദ്യം അവരുടെ പ്രൈമറി വന്നുകൊണ്ടിരുന്നപ്പം അവർ വെച്ചിരുന്നത്. എന്റെ നെയ്ബർ ആയിരുന്ന, ബാക്കി എല്ലാം ട്രംപ് ആയിരുന്നപ്പോഴും പുള്ളിക്കാരൻ നിക്കി ഹേലി ആയിരുന്നു വെച്ചിരുന്നത്, എന്റെ തൊട്ട് നെയ്ബർ. അപ്പൊ അവരിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, അവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഈ വിമന്റെ കാര്യത്തില് അവർക്ക് വേറൊരു ഇതാണ്. നമ്മൾ നാട്ടിലോ നമ്മളൊരു ഇടുക്കിയുടെ ഗ്രാമത്തിൽ പോയി പറയുന്ന പോലെയാണ് ഞാൻ അയോവയിൽ നമ്മൾ ഇത് കേൾക്കുന്നത്. നമ്മുടെ ഡെസ്കിന്റെ ചുറ്റുമുള്ള, നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും ഡെസ്കിന് ചുറ്റുമുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അയോവയിലെ സീനിയർ എഞ്ചിനീയർ ആയിരിക്കുന്ന ആളുകൾ പോലും പറയുന്ന പല മറ്റേ കുതിരയ്ക്ക് വാക്സിൻ കൊടുക്കുന്ന കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടും. ഇതെന്താണ്, ഇതിന് മറുപടി പറയണോ അതോ മിണ്ടായിരിക്കണം? നമ്മൾ മിണ്ടായിരിക്കുകയാണ് ചെയ്യാറ്, സ്വാഭാവികം. പക്ഷെ അയോവയുടെ പൾസ് ഞാൻ കേട്ടിടത്തോളം ഇതൊക്കെ തന്നെയാണ്. ഏകദേശം നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രാമത്തിനുള്ളിൽ ചെല്ലുമ്പോൾ നടക്കുന്ന സംഭാഷണം വളരെ ക്ലോസ് ആയിട്ടുള്ള, അവർ സ്നേഹമില്ലാത്തവരൊന്നുമല്ല. അവർക്ക് ഈ നമ്മൾ പറയുന്ന പോലെ കടിച്ചു കൊല്ലും, അല്ലെങ്കിൽ നക്കി കൊല്ലും, അല്ലെങ്കിൽ എന്തായാലും മരണം ഉറപ്പാന്ന് പറഞ്ഞ ഒരു ഡേയ്സ് ഉള്ള ആൾക്കാരാണ്. ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള, ഹൈലി ഇതായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എനിക്ക് അത് തന്നെ ഇത് പറയുമ്പോൾ, നിങ്ങൾ ഈ ഡിസ്കഷൻ ഫുള്ളായിട്ട് വരുമ്പോൾ, ഇത് പോയാൽ പോലും ചിലപ്പം ജോർജിയ പിടിച്ച് മിഷിഗൺ എന്ന സാധനം 50,000 വോട്ടിന്റെ ഡിഫറൻസിലാണ് കഴിഞ്ഞ കൊല്ലം മിഷിഗൺ പോയത്. 250,000 ആണ് അറബ് വോട്ട്സ്. അതിലൊരു മേയർ പോയി. അതിന്റെ വേഴ്സ്റ്റ് കേസിൽ പോലും അത് പോയാൽ പോലും ജോർജിയ പിടിച്ചൊക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സദേൺ സ്റ്റേറ്റ്സ് സൺബെൽറ്റിൽ നിന്ന് ഒരെണ്ണം പൊക്കിയിട്ട് ഈ മിഷിഗൺ കടക്കാമെന്നാണ് എന്റെ തോട്ട്. ഞാനും ആ തോട്ടത്തെ തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. മിഷിഗൺ പോയി കഴിഞ്ഞാൽ ഒന്നും പോകും.
മിഷിഗൺ പക്ഷേ യൂണിയൻ വോട്ട് വിമൻ വോട്ടും കൂടെ, വിമൻ വോട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കമല ഹാരിസ് അല്ലായിരുന്നെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ വുഡ് ബി മിഷിഗൺ ഗവർണർ. മിഷിഗൺ ഗവർണർ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഫീമെയിൽ വിമൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടിയേനെ. വേറൊന്നുമല്ല, എങ്ങനെ റിപ്പബ്ലിക്സിനോട് any other female actually. ഒന്നുമല്ല, ജോയൽ പറഞ്ഞു വരുന്നത്, ജോയലിന് ഇപ്പോൾ ഡെമോക്രാറ്റ്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ലോസ് ഓഫ് കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണോ, അതോ ജോയലിന്റെ വിലയിരുത്തൽ എന്താണ്? എന്റെ വിലയിരുത്തൽ ബേസിക്കലി മിഷിഗൺ അഥവാ അറബ് വോട്ട്സോ ഏതെങ്കിലും നെഗറ്റീവ് ഫാക്ടറിൽ ഒരു സ്റ്റേറ്റ് പോയാൽ പോലും നോർത്ത് കരോലിനയോ ജോർജിയോ പിടിച്ചിട്ട് അത് ഇത് ചെയ്യുന്ന. പക്ഷെ മൂന്ന് ബ്ലൂ വാൽ സ്റ്റേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. 3 ബ്ലൂ വാൽ സ്റ്റേറ്റ്സ് അറിയാമെങ്കിൽ അതിന് ചോദ്യമോ ഉത്തരവും ഇല്ല, തീർന്നു. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ പോലും നോർത്ത് കരോലിന, ജോർജിയ, ഇതിൽ ഏതെങ്കിലും ഒന്ന്, സ്റ്റേസി എബ്രാംസ് എന്ന ഈ യൂണിയൻ വോട്ടും വിമൻ വോട്ടും ഇത് ചിലപ്പോൾ പോളിൽ ഇതേപോലെ അതർ സൈഡിലും ഇപ്പൊ ട്രംപിന്റെ വോട്ടേഴ്സ് 16-ലും 20-ലും പോളിംഗിൽ വന്നില്ലെങ്കിലും ഇപ്പോൾ പോളിംഗിൽ അവര് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അവര് ആ തെറ്റ് തിരുത്തും എന്ന്. അതായത് ട്രംപിന്റെ വോട്ടേഴ്സ് എത്താൻ പറ്റുന്നില്ലായിരുന്നു അന്ന് അവരിലേക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു. അവര് ഈ പറഞ്ഞ കോളേജ് എഡ്യൂക്കേറ്റഡ് അല്ല, കുറെ കാരണങ്ങൾ ഉണ്ടാവും, അവരിലേക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം തിരുത്തിയെന്നാണ് എല്ലാ പോൾസ്റ്റേഴ്സും പറയുന്നത്. അത് കാരണം ഈ പോളിംഗ് കുറച്ചും കൂടെ അടുത്തായിരിക്കും. ഇല്ലെങ്കിൽ ഒരു 2, 3, 4% ഏകദേശം പോളിന് മേളിലാണ് ട്രംപ് പോൾ ചെയ്തുകൊണ്ടിരുന്നത് 16-ലും 20-ലും. കാരണം ആ തെറ്റുണ്ടായിരുന്നു, ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഈ പ്രാവശ്യം പോയെന്നും എന്നാണ് എന്റെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ബ്ലൂ വാളിൽ ഒന്ന് പോയാൽ പോലും നോർത്ത് കരോലിനയോ ജോർജിയോ പിടിച്ചിട്ട് തിരിച്ച് പിടിക്കുമെന്നാണ് എന്റെ തോട്ട്. രഞ്ജിത്ത്, ഞാൻ രഞ്ജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ വായിച്ചു. ഓക്കെ, സോ ഞാൻ കണ്ടത് രഞ്ജിത്ത് വളരെ വളരെ കോൺഫിഡന്റ് ആയിട്ട്, എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരും പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരു പ്രഡിക്ഷനിലായിട്ടാണ് രഞ്ജിത്ത് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്ന സർവേകളും മീൻസ് കിട്ടിയ പോളും പിന്നെ എന്റെ കുറച്ച് ഇല്യൂഷൻസ്, കുറച്ച് കാര്യങ്ങളുണ്ട്. കപ്പിൾ ഓഫ് തിങ്സ്. എനിക്ക് വിസ്കോൺസിൻ, മിഷിഗൺ ആൻഡ് പെൻസിൽവേനിയ രഞ്ജിത്ത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും കമല ഹാരിസ് ജയിക്കുമെന്ന്. ജയിച്ചാൽ ജയിച്ചു എന്നുള്ളതാണ് ഇത് മിനിമം, അറ്റ് ദ മിനിമം. ആ മിനിമത്തിൽ എനിക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് പെൻസിൽവേനിയയിലാണ്, അതവിടെ പാർക്ക് ചെയ്യുന്നു. മിഷിഗൺ ഇപ്പോഴും ജോയൽ പറഞ്ഞ കാര്യങ്ങൾ ഫാക്ട്സ് ഇട്ടോ. അപ്പൊ അതിൽ ആ ഒരു ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ പോളിസി എന്തായാലും ഇപ്പൊ എന്തെങ്കിലും അമേരിക്കയിൽ ഒരു ഇൻഫ്ലുവൻസ് ഫോറിൻ പോളിസിയിൽ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് കാണാൻ റിഫ്ലക്ട് ചെയ്യാനുള്ള വോട്ടിംഗ് പാറ്റേണിൽ റിഫ്ലക്ട് ചെയ്യാവുന്നത് മിഷിഗണിൽ മാത്രമാണ്. ബാക്കി വളരെ നെഗ്ലിജിബിൾ ആയിരിക്കാം. അപ്പോ ഞാൻ കുറെ പല മുസ്ലിം മീഡിയ ചാനലുകളും ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ റിപ്പീറ്റഡ് ന്യൂസ് പല ചാനലുകളിൽ കാണുമ്പോൾ ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, ട്രംപ് ഈസ് നോ ബെറ്റർ തിങ് അല്ലെ, മുസ്ലിം ബാനോട് വന്ന ഒരാളാണ്. അപ്പൊ അത് ഇപ്പൊ അവരുടെ മൊമെന്റലി അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ ഇപ്പൊ പലയിടത്തും ഞാൻ ചിന്തിക്കുന്നത് വൺ തിങ് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ഇഫ് ദേ വുഡ് ഹാവ് യുണൈറ്റഡ് ആസ് എ ബ്ലോക്ക് ആൻഡ് ഡിസൈഡഡ് സംതിങ് ദേ കുഡ് ഹാവ് മേക്ക് എൻ ഇമ്പാക്ട്. അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ സിഗ്നിഫിക്കന്റ് പെർസെന്റേജ് ഐ സീൻ ഒരു ട്രംപ് അനുകൂല വോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങൾ പറഞ്ഞ പോലെ ഡെമോക്രാറ്റ് പക്ഷത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊരു ഇത് അക്രോസ് ഇയേഴ്സ് ഞാൻ കാണുന്നുള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഫ്രണ്ടിന് കുറച്ച് വോട്ട് ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ. ഗ്രീൻ പാർട്ടി, ജിൽ സ്റ്റേറ്റ്, അത് രഞ്ജിത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഐ നോ ഇൻ വാഷിംഗ്ടൺ അറ്റ്ലീസ്റ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ഐ നോ ഹു ആർ അതർവൈസ് വുഡ് ഹാവ് വോട്ടഡ് ഫോർ കമല ഹാരിസ് ഇപ്രാവശ്യം ജിൽസിന് വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നോർത്ത് കരോലിന, ജോർജിയ, പെൻസിൽവേനിയ, ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വോട്ട് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന 3 സ്ഥലങ്ങളാണ് ഇവിടെ. ബൈഡന് കിട്ടിയിരുന്ന ഒരു പോപ്പുലാരിറ്റി അത്രത്തോളം കമല ഹാരിസിന് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദ ഡാറ്റ ഈസ് കറക്റ്റ്, ബട്ട് അതൊന്നുണ്ട്. പിന്നെ എന്ത് തന്നെ വന്നാലും ദർ ഇസ് എ ആന്റി ഇൻകുബൻസി. സാധാരണക്കാരായ ആൾക്കാർക്ക് പണപ്പെരുപ്പം എന്നുള്ള ഒരു വസ്തുത റിയാലിറ്റിയാണ്. എക്കണോമി ഒരു വളരെ റിയാലിറ്റിയാണ്. അത്
നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാനിപ്പോ ഒരു അറ്റ്ലാന്റയിൽ ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഫാമിലിയായിട്ട്, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ അവിടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ദർ ആഫ്രിക്കൻ അമേരിക്കൻസ്, അവരൊക്കെ ഇപ്രാവശ്യം ട്രംപിന് വോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഒന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഐ എം സീയിങ് ദിസ് പാറ്റേൺ. അപ്പോൾ ഒരിക്കലും ഒരു ബൈഡന് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് സം റീസൺ ബിക്കോസ് ഓഫ് ആന്റി ഇൻക്യുബൻസി എന്ന് തന്നെ പറയാം. ആ ഒരു ഇതിൽ പല കാരണങ്ങളും, അത് അടിസ്ഥാന വിഷയങ്ങളിൽ നമ്മൾ മറ്റേ ഫാക്ടർ അഗ്രി, ദ ജെൻഡർ തിങ്, ദ ഫീമെയിൽ വോട്ടേഴ്സ്, ദർ ഇസ് എൻ എക്സ്പെക്ടഡ് അഡ്വാൻറ്റേജ് ഫോർ കമല ഹാരിസ്. ബട്ട് ദർ ആർ സോ മെനി അതർ ഫാക്ടേഴ്സ് എനിക്ക് തോന്നുന്നു നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ പോളിലും പലതിലും റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് യുവർ തോട്ട്സ്. ഞാനത് ലിഷാറിന്റെ ആന്റി ഇൻക്യുബസി പോയിന്റിൽ നിന്ന് തുടങ്ങാം ആദ്യം. അപ്പൊ ഈ ആന്റി ഇൻക്യുബസി എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മളെ ഇന്ത്യയിലൊക്കെയാണ് ഈ ആന്റി ഇൻക്യുബൻസി എന്ന് പറയുന്ന സാധനം വളരെ തീവ്രമായി പ്രതിഫലിച്ച് കാണാറ്. ഈ അമേരിക്കയിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പോപ്പുലർ കൺസെൻസസ് ഉണ്ട്. 4 കൊല്ലം കൊണ്ട് ഒരു പ്രസിഡന്റിന് ഒരു പോളിസി ചേഞ്ചും വരുത്താൻ പറ്റില്ല എന്നുള്ളൊരു കൺസെൻസസ് ഉണ്ട്. അത് കാരണം എപ്പോഴും പ്രസിഡന്റിന് 2 ടേം കൊടുക്കുക എന്നുള്ളത് ഒരു കീഴ്വഴക്കമാണ് ശരിക്കും ആൾക്കാർക്ക്. അതായത് ഈവൻ ദോ ആദ്യത്തെ ഒരു ഇൻകംബൻസി ഒരു മടുപ്പുണ്ടെങ്കിൽ പോലും രണ്ടാമതും ഇയാൾക്കൊരു ചാൻസ് വേണോ എന്നുള്ളത് ഒരു പോപ്പുലർ ഒപ്പീനിയനാണ്. ഇപ്പൊ കഴിഞ്ഞ 50 കൊല്ലം 74 തൊട്ട് 77 തൊട്ട് 76 തൊട്ടുള്ള ലിഷാർ പോയോ, 76 തൊട്ട് 2024 ലിഷാറിനെ കിട്ടി. ഓക്കെ, 76 തൊട്ട് ഇപ്പൊ 2024 വരെ ആകെ 3 പ്രസിഡന്റുമാരെ ഒറ്റ ടൈം ഭരിച്ചിട്ടുള്ളൂ. ജിമ്മി കാർട്ടർ, അപ്പം ബുഷ്, ട്രംപ്. ബാക്കി എല്ലാവർക്കും 2 ടൈം കൊടുത്തു. അതിൽ ഒന്ന് ആലോചിക്കണം, ഈ ക്ലിന്റണ് ആദ്യത്തെ ടൈമില് വലിയ സെക്ഷൽ സ്കാൻഡലൊക്കെ വന്നതിന് ശേഷം പോലും ആൾക്കാർ രണ്ടാമത്തെ ടേം വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു വിട്ടതാണ്. ഒബാമ ഇതുപോലെ തന്നെ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പം ഈ റിപ്പബ്ലിക്കൻസ് പറഞ്ഞു ഈസ് ഗോയിങ് ടു ബി എ വൺ ടൈം പ്രസിഡന്റ്. പക്ഷെ എന്നിട്ട് 2012 ഇതുപോലെ ഇതേ ഇന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെയായിരുന്നു അന്നത്തെ പോളുകൾ. അതായത് ഇലക്ഷൻ ഡേയിൽ മിറ്റ് റോമിനി വാസ് ലീഡിങ് ബൈ 1 point. മിറ്റ് റോമിനി അന്ന് മാസച്യൂസെറ്റ്സ് ഗവർണറാണ്. ഇപ്പൊ ബോസ്റ്റൺ ഹാർബറിൽ വെടിക്കെട്ട് വരെ ഓർഗനൈസ് ചെയ്തിട്ടാണ് പുള്ളി ഇലക്ഷന് പോകുന്നത്. അന്ന് വൈകുന്നേരം വലിയ ബോസ്റ്റൺ ഹാർബറിൽ നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നെടുത്ത് വലിയ വെടിക്കെട്ടൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. പുള്ളി തോറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പേ പരാജയപ്പെട്ടു പോയി. അപ്പോ ആൾക്കാരെല്ലാവരും ഈ ആന്റി ഇൻക്യുബസി എന്ന് പറയുന്ന സാധനത്തിന് ഇന്ത്യയിലൊക്കെയാണ് വലിയ പ്രസക്തി, അമേരിക്കയിൽ അത്ര വലിയൊരു പ്രസക്തിയുള്ള സാധനമല്ല. അതിനൊരു എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ഒരു പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റ്. ദാറ്റ് സൈഡ് ഇവിടെ കമല ഹാരിസ് എന്ന് പറയുന്നത് ഒരു ഇൻകംബന്റ് ഗവൺമെന്റിന്റെ ഭാഗമല്ല താൻ എന്നുള്ള രീതിയിലാണ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു ഫ്രഷ് കാൻഡിഡേറ്റ് ആണ്. ഞാൻ എന്ന വ്യക്തി, അതായത് കമല ഹാരിസ് എന്ന വ്യക്തിക്ക് ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നതും അവരുടെ മെസ്സേജിങ്ങും അങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഹിലരിയും ട്രംപും പോലെ അതേ സിനാരിയോ തന്നെയാണ് ഇവിടെ കമല ഹാരിസും ട്രംപുമായിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നത്. ഇത് ആ കമല ഹാരിസിന്റെ ആ മെസ്സേജ് ആൾക്കാർ ബൈ ചെയ്തു എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ചെയ്തില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതുവരെ കറക്റ്റാ, ദാറ്റ് ഈസ് വാട്ട് ഷി വാസ് പോർട്രേയിങ്. പക്ഷെ കുറെ ഡിബേറ്റ്സിലും ഒക്കെ ഷി വാസ് ലൈക്ക് ഫെയിലിംഗ്, റൈറ്റ്? ന്യൂസ് ചാനൽസിന്റെ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ അവരോട് ചോദിച്ചു, റൈറ്റ്? വാട്ട് വുഡ് യു ഡു ഡിഫറെന്റ്ലി when you come to power, which to fix the issues in the last 4 years? അപ്പൊ അതിന്റെ straight answer, I won't do much differently or something like that. അങ്ങനെ ഒരു ആൻസർ തന്നെ. അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓക്കെ ഐ വിൽ സ്റ്റാർട്ട് ആസ് എ ഫ്രഷ് ഓർ കംപ്ലീറ്റ്ലി പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഈ പോയിന്റ്
ഒന്ന് വയ്ക്കുക. പക്ഷെ ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു. അപ്പൊ ആന്റി ഇൻകംബൻസിയുടെ പോയിന്റ് നമ്മൾ ചെയ്ത അതുകൊണ്ടാ ഒന്നാമതൂടെ കുറച്ചുകൂടെ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ലൈക്ക് യു റൈറ്റ്ലി സെഡ്, റൈറ്റ്? അപ്പൊ ഒരു ചാൻസ് കൂടെ ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണമെന്നുള്ള ഒരു കൺസെൻസസ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് and also I should quickly say I think Bobby Chetande oru like on the gender and on the young voters and all, definitely they are pro Democrat, but they are not so much into like Kamala Harris, right? Ipam ആരോ പറഞ്ഞല്ലോ ജോ ബൈഡൻ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് all the young voters, women voters. പക്ഷെ ഇപ്പം the difference is that somehow they are not so impressed by Kamala Harris, the candidate. So അതിനകത്തൊരു ആസ്പെക്ട് ഉണ്ട്. Maybe, I don't know. So, but we'll see. Again, ഇത് വേറൊരു കാര്യം പറയാനുള്ള, ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് എന്റെ വ്യൂസ് അല്ല about the male female and all. It's completely, I'm just saying the buzz, what I'm hearing and what might not be popular in the domain. പിന്നെ മാർക്കറ്റ് ഡേറ്റ ആൻഡ് ഓൾ ദോസ് തിങ്. എനിക്കൊരു വ്യൂ ഇല്ല. എനിക്ക് എനിക്ക് ഈതർ പാർട്ടിയുമായിട്ടോ എനിക്കൊരു ഇൻക്ലിനേഷനോ ഒന്നുമില്ല. I don't have any bias. രണ്ട് പാർട്ടിയിലും എല്ലാം ഞാൻ പ്രോസ് ആൻഡ് കോൺസ് എന്നേ വിചാരിക്കത്തുള്ളൂ. That's just to clarify. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഡെമോക്രാറ്റ് സപ്പോർട്ടേഴ്സ്. I didn't know that. ബട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെയൊന്നും ഇല്ല ജോബി. ഇവിടെ നമ്മൾ പല പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരും അമേരിക്കയിൽ വോട്ട് ചെയ്യാത്തവരും ഒക്കെ ഉള്ള ഒരു കൂട്ടം ആളുകളാണ് ഇത്. ഒരു ചേട്ടൻ പറഞ്ഞ about the third party, right? The other option other than Democrat and Republican, which is also true, which also is my pulse of many areas. And the reason because is that they are Democrats actually, who are because they cannot support the Donald Trump candidate, or now they are not impressed by Harris, so they are going to the third. Angana ende oru ആ പോയിന്റ് തന്നെയാണ് എന്റെ ആൻസറും. എനിക്ക് തോന്നുന്നത് എന്റെ ആ പോയിന്റ് തന്നെ, അതായത് ആ പോയിന്റില് തേർഡ് പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു ഡെമോക്രാറ്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അതെന്ന് വെച്ചാല് ഒരു ഈ പറഞ്ഞ ഒരു സബ്ജക്റ്റ് അധിഷ്ഠിതമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വിഷയാധിഷ്ഠിതമായി ഈ സാധനത്തെ കാണാൻ പറ്റാൻ മാത്രമുള്ള ഒരു ബയസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന, അങ്ങനെ ചിന്തിക്കുമ്പം ഇത് അവസാനം ഈ നമ്മളിപ്പം ഈ ചൈനയുടെ മറ്റേ ലിസ് ചെയിനിയുടെ അവര് പറഞ്ഞത് എന്താണ്? അവരവസാനം പറഞ്ഞത് നിങ്ങളുടെ ഭർത്താക്കന്മാർ റിപ്പബ്ലിക്കൻ ആയിരിക്കാം, നിങ്ങൾ മനസാക്ഷി വോട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അവരവസാനം പറഞ്ഞ മനസാക്ഷി വോട്ട്. അതിന്റെ ഡെപ്ത് ഒന്നും പോളിംഗിലൊന്നും നമുക്ക് പലതും മനസ്സിലായില്ല. എല്ലാവരും നമ്മൾ അമേരിക്ക എന്ന ഈ കൺസെപ്റ്റ്, അമേരിക്ക എന്ന കൺസെപ്റ്റ് ഒരു ഇമിഗ്രന്റ് കൺസെപ്റ്റ്, എല്ലാവരും വന്ന് അവരവരുടെ പല രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ ഇത്. 1-2 തലമുറ മാറ്റി കഴിഞ്ഞാൽ ഏതൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. 1-2 തലമുറ അതിലേക്കൊക്കെ ഒരു മനസാക്ഷി വോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡെമോക്രാറ്റ്സിന് പ്രതീക്ഷ. മനസാക്ഷി വോട്ട് ചെയ്യപ്പെട്ടാൽ ഡെമോക്രാറ്റ്സിന് പ്രതീക്ഷ. What I could see is, the money that has been poured into this election, especially on the swing states, right? I could see in the entire I-95 stretch, which is the most important highway in Philly downtown, which goes across Philly downtown. അതിൽ ഞാൻ നോക്കിയപ്പോൾ every second mile I could see a Trump board, and every fourth mile I could see Kamala's board. So the importance of Pennsylvania, both states have understood to the core. And എനിക്ക് അറിഞ്ഞ മാത്രം ഇതിൽ ഒരു 2-3 നല്ല പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. The absentee voters will basically play a key role in North Carolina as well as in Pennsylvania. North Carolina, to the surprise of many, is basically become a swing state in the last few weeks. A month back, North Carolina was trending thoroughly red. But as of now, there were like multiple polls I've been watching, right? Including the Wall Street Journals, including the Times Siena polls and everything, which is basically going on, starting the
since the past week, when the early ballot started, North Carolina, surprisingly, Harris is 1% ahead, which could basically, because which is very well within the margin of error. But Pennsylvania, it is equal as of today, right? The fact of the matter is, whatever may people say, whatever these polls may say, my humble opinion is that if Democrats has any chance in this particular election, these two states are most critical, and and also Georgia for that matter, right? I mean, and the black voter turnout and the absentee voter turnout, if it is more than last election, Donald Trump will easily prevail in these three states, because it has come to that kind of a percentage of margin in all the three states. It's within 3%, and pretty much most of the elections. And one of the cleanest example was basically, what happened in the Junior Bush's win, right? Whatever was discussed. So that's a very important point on it. I mean, this election is not about American people thinking what is good or bad. It has gone beyond all that, right? Because people do not have confidence. The people who are neither Republican, people who are neither Democrats, they basically have no confidence on both the key leaders, right, from both the parties. So it is basically the undecided voters who are going to make important, who are going to turn out as an important factor. And if the undecided voters wanted to stay away, then it is going to be all the way Trump. So that is my humble opinion. സോ എന്താണ് ഈ ഒരു അൺഡിസൈഡഡ് വോട്ടേഴ്സിന്റെ ഒരു പാറ്റേൺ? നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ലിഷാർ ആണോ എന്നറിയില്ല, പറഞ്ഞത് ഓർക്കുന്നു, പലരും ഈ തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ചെയ്യാണ്, ഈ രണ്ട് സൈഡിലും താല്പര്യമില്ലാത്തവർ എന്ന്. അപ്പം അതും ഇതും കൂടെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ രഞ്ജിത്ത്, ജിൽസ്റ്റേന് കഴിഞ്ഞ ഇലക്ഷനിൽ പങ്കെടുത്തില്ല, ബാക്കി അതിനു മുമ്പുള്ള ഇലക്ഷൻ ഉണ്ടായിരുന്നു, 2016 ഉണ്ടായിരുന്നു. ഷീ വിൻസ് അറൌണ്ട് 3% ഓഫ് വോട്ട്സ്. ജിൽസ്റ്റേൻ ഇലക്ഷനിൽ നിൽക്കുന്നത്, പിന്നെ ജിൽസ്റ്റേൻ ഒരു കുഞ്ഞു ട്രംപാണ്. ഗ്രിഫ്റ്റിംഗ് ആണ് പുള്ളിക്കാരുടെ മെയിൻ ഉദ്ദേശം. കഴിഞ്ഞ 2020 പുള്ളിക്കാരി ഏതാണ്ട് ഒരു $1 million വോട്ട്, $1 million ഓളം കളക്ട് ചെയ്തു. അതെവിടെ പോയെന്ന് ചോദിച്ചിട്ട് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് ആസ് പോപ്പുലർ ആസ് ഷീ വാസ് ഇൻ 2016. ഷീ മൈറ്റ് വാണ്ട് ലൈക്ക് 2% or 3% വോട്ട്. ഇൻ സ്വിംഗ് സ്റ്റേറ്റ്സിൽ പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലിഫോർണിയ ഈ ഭയങ്കര ഹെവി ഡെമോക്രാറ്റ് ഏരിയകളിൽ പുള്ളിക്കാരി ചിലപ്പോൾ ഒരു 2 to 3% വോട്ട് പിടിക്കുമെന്നല്ലാതെ സ്വിംഗ് സ്റ്റേറ്റിൽ പുള്ളിക്കാരി ഒരു രഞ്ജിത്ത്, എന്റെ ചോദ്യം അവർക്ക് എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിലുപരി ഈ അൺഡിസൈഡഡ് വോട്ടേഴ്സ്, അല്ലെങ്കിൽ ഈ രണ്ടിലും മടുപ്പ് തോന്നിയ വോട്ടേഴ്സ്, ഇവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇവരിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്കുള്ള ഒരു സാധ്യതയൊന്നും അമേരിക്കയിൽ അടുത്ത കാലത്തൊന്നും ഇല്ലെന്ന്. പക്ഷേ എല്ലാ ഇലക്ഷനിലും അൺഡിസൈഡഡ് വോട്ടേഴ്സ് ഉണ്ട്. അൺഡിസൈഡഡ് വോട്ടേഴ്സ് മീൻസ് ദേ ആർ റിപ്പബ്ലിക്കൻസ്, അത്രേ ഉള്ളൂ. അവരത് പുറത്ത് പറയാത്തതാണ്. പക്ഷേ നമ്മൾ അതല്ല നോക്കേണ്ടത്, ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിൻ്റെയാണ്. ഇൻഡിപെൻഡന്റ് വോട്ട്സ് ആണ് ശരിക്കും ഇലക്ഷൻ നിർണ്ണയിക്കുന്നത്. അവരെപ്പോഴും കഴിഞ്ഞ 50 കൊല്ലമായിട്ട് 70-30% സ്പ്ലിറ്റാണ്. ഡെമോക്രാറ്റ്സിന് 70-30% റിപ്പബ്ലിക്കൻസ്. അപ്പോൾ എന്റെ ഇതിൽ ഈ തേർഡ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവര് അവരുടെ വോട്ട് ഇലക്ഷനെ ബാധിക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഡെമോക്രാറ്റ് ആയിരുന്നു എങ്കിൽ ഞാൻ തേർഡ് പാർട്ടിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഡെമോക്രാറ്റ് ജയിക്കുമെന്ന് ഉറപ്പുള്ള സംസ്ഥാനത്താണ് ഞാൻ നിൽക്കുമെങ്കിൽ ചെയ്യും. പക്ഷെ ഞാൻ സ്വിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ ശരിക്കും നോക്കിയിട്ടേ ചെയ്യുള്ളതാണ് ഒരു ആസ് എ വോട്ടർ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. പറഞ്ഞ 100% അത് കറക്റ്റ് ആണ്. അത് പ്രതിഷേധ വോട്ടാണ്. ഞാൻ കേട്ടത് തന്നെയാണ്. ഇപ്പോ ബ്ലൂ സ്റ്റേറ്റ്സില് അവരുടെ പോളിസിയോട് എതിർപ്പുള്ളവര് എന്തായാലും എന്റെ വോട്ട് നോട്ട് ഗോയിങ് ടു മേക്ക് ആൻ ഇമ്പാക്ട്, ദേ ആർ ഗോയിങ് ടു വിൻ, റൈറ്റ്? പക്ഷെ ആ പ്രതിഷേധം അറിയിക്കാൻ അതിനൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്.
അത് നല്ല രീതിയിൽ ഇവിടെ ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ പലയിടത്തും അത് കേട്ടു അത് നടക്കുന്നുണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് എ സ്വിംഗ് സ്റ്റേറ്റ് അത് ചെയ്യില്ല. ഇല്ല, അങ്ങനെ തന്നെയാണ് അത്. അതൊരു പ്രതിഷേധ വോട്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ അതൊരു പ്രതിഷേധ വോട്ടാണ്. അത് അറിയിക്കാനുള്ള നമ്മുടെ ഡെമോക്രസി ആയിരിക്കുന്നിടത്തോളം കാലം അതിനെ അറിയിക്കാനുള്ള അവകാശമുണ്ട്. അത് അറിയിക്കേണ്ടത് തന്നെയാണ്, അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അത് സ്വിംഗ് സ്റ്റേറ്റിൽ ചെയ്യില്ല എന്നാണ് ഒരു കോമൺ മാൻ തോന്നിക്കുന്നത്. രഞ്ജിത്ത്, ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ചോദിക്കാന്ന് കരുതി. രഞ്ജിത്തും റെസ്റ്റ് ബെൽറ്റിന് താഴോട്ട് രഞ്ജിത്ത് കൂടുതൽ അധികം ഇതായി പറഞ്ഞില്ല. എനിക്ക് ഒരു ഇതുള്ളത്, നോർത്ത് കരോലിനയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഇറ്റ്സ് എവർ അല്ലെ, ലാസ്റ്റ് ഇലക്ഷനിൽ പോലും ജയിക്കാത്ത സ്റ്റേറ്റ് ആണ്. ആകെ പറയുന്നത് ഒരു കാരണം there is an influx of people അല്ലെ, moved into റാലെ ഏരിയ ഫ്രം ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സ്. അതാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ യങ് വോട്ടേഴ്സ്, റൈറ്റ്, പിന്നെ സിഗ്നിഫിക്കന്റ് ആഫ്രിക്കൻ അമേരിക്കൻ വോട്ടേഴ്സ്. ഇത് രസം എന്താന്ന് വെച്ചാൽ നോർത്ത് കരോളിനയിൽ ഇതൊന്നും ബാധകമല്ല. പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ. നോർത്ത് കരോളിനയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗവർണർ സ്ഥാനാർത്ഥി ഉണ്ട്, മാർക്ക് റോബിൻസൺ എന്നും പറഞ്ഞിട്ട്. പുള്ളി ബ്ലാക്ക് ആണ്, പക്ഷെ ഈസ് എ നാസി. പുള്ളി സ്ലേവറി ഒക്കെ കൊണ്ടുവരണം എന്ന് സ്ലേവറി ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോ പിന്നെ എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പേ കണ്ട് പുള്ളി 2015 ഏതാണ്ട് 2008 ഇടയ്ക്ക് ഡയലോഗ്സ് CNN പുറത്തു കൊണ്ടുവന്നു. പുള്ളി ഏതോ ഒരു ഫോൺ സൈറ്റിൽ കയറി പിന്നെ കമന്റ് ചെയ്തിരുന്ന കമന്റുകളെല്ലാം കൂടെ കമ്പയർ ചെയ്ത് ജയിക്കില്ല അവിടെ. അപ്പൊ പുള്ളി ഏതാണ്ട് 14 വോട്ടില് 14 ഇതിന് പുറകില്. മാത്രമല്ല ജെഫ് ജാക്സൺ എന്ന് പറഞ്ഞ അവിടെ അറ്റോർണി ജനറൽ ആയിട്ട് മത്സരിക്കുന്ന പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പോപ്പുലറാണ്. അതിൽ പ്രത്യേകിച്ച് യങ് വോട്ടേഴ്സിന്റെ ഇടയ്ക്ക് പുള്ളി ഒരു ടിക്ടോക്ക് താരമാണ് ബേസിക്കലി ജെഫ് ജാക്സൺ. ജെഫ് ജാക്സനെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ്. പുള്ളി പൊളിറ്റീഷ്യൻ സംസാരിക്കുന്ന പോലെയല്ല, പുള്ളി നല്ല കാര്യങ്ങളെല്ലാം ഇങ്ങനെ മണിമണി പോലെ പറയുന്ന ഒരു മനുഷ്യനാണ് ജെഫ് ജാക്സൺ. അപ്പോൾ ഇതോടെ ഈ മാർക്ക് റോബിൻസന്റെ ഈ സ്കാൻഡൽ എല്ലാം പുറത്തു വന്നതോടെ അവിടുത്തെ പിന്നെ ട്രംപിന്റെ ക്യാമ്പയിൻ ഓഫീസ് പൂട്ടി റിപ്പബ്ലിക്കൻസ്, അവിടുത്തെ എസ്റ്റാബ്ലിഷ് റിപ്പബ്ലിക്കൻസ് മാർക്ക് റോബിൻസനെ പിന്നെ അവന്റെ കംപ്ലീറ്റ് പിന്നെ എലക്ഷൻ അപ്പാരറ്റസും പിൻവലിച്ചു. ഇപ്പോൾ മാർക്ക് റോബിൻസൺ തന്നെ GOP കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇയാളുടെ അവിടുത്തെ GOP ബേസിക്കലി ഇൻ ഷാമ്പിൾ ബേസിക്കലി. അതാണ് നോർത്ത് കരോലിനയിൽ നടക്കുന്ന പിന്നെ ഇത്. അതായത് അവിടുത്തെ അബോർഷൻ റൈറ്റ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇതിനേക്കാൾ കൂടുതൽ ദി ഡൗൺ ബാലറ്റ് വോട്ട് ഈസ് പുള്ളിങ് ട്രംപ് ഡൗൺ. ബാക്കി എന്ത് തോറ്റാലും റോബിൻസന്റെ കാര്യത്തിൽ അവിടെ തോൽവി ഏകദേശം ഉറപ്പാണെന്ന് എനിക്ക് ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എല്ലായിടത്തും പിന്നെ ട്രംപ് ജയിച്ചാലും നോർത്ത് കരോലിനയിൽ തോൽക്കും. Last 2 elections, what do you think happened in North Carolina? കഴിഞ്ഞ തവണ ട്രംപ് ജയിച്ചത് വെറും 1%. I mean, മുമ്പത്തെ തവണയും, right? Both. 2016 നമ്മൾ കമ്പയർ ചെയ്യണ്ട. കാരണം 2016 ഹിലറി വാസ് വെരി അൺപോപ്പുലർ കാൻഡിഡേറ്റ്. ജോബി നേരത്തെ പറഞ്ഞ് ഞാൻ എഗ്രി ചെയ്തതിന്റെ ഒരു കാരണം അതാണ്. അതായത് ഹിലറി വാസ് എ വെരി അൺപോപ്പുലർ കാൻഡിഡേറ്റ്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പലഭൂമിയോടും പറഞ്ഞു. അതായത് അമേരിക്കയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തോറ്റ കാൻഡിഡേറ്റിന് നമ്മൾ ഒരു അവസരം കൊടുക്കുന്നു. അമേരിക്ക നെവർ ഗീവ്സ് എ സെക്കൻഡ് ചാൻസ് ടു എ ലൂസർ. ഹിലറി ഒബാമയ്ക്കെതിരെ പ്രൈമറിയിൽ മത്സരിച്ച് തോറ്റ ഒരാളാണ്. പിന്നെ എന്നിട്ട് രണ്ടാമതും മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പം ഷീ ഹാഡ് എ ക്ലിന്റൺ ബാഗേജ്. ഷീ ഹാഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ് വിത്ത് ഇമെയിൽ സെർവർ, ബംഗാസി, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുമായിട്ട് പുള്ളി ഷീ ഹാഡ് എ ലോട്ട് ഓഫ് ബാഗേജ്. അപ്പം ആൾക്കാര് ഷീ വാസ് വെരി അൺപോപ്പുലർ ബോത്ത് അമംഗ് റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി തോറ്റത്. ജോബി, അതിനോട് കൂട്ടിച്ചേർത്ത് പറയണം എന്ന് വിചാരിക്കുന്ന ഇപ്പൊ 2016 ഒഹായോയിൽ
ആ സമയത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു നെയ്ബർ അമേരിക്കൻ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രായമായ രണ്ടുപേർ, അവർ ആ സമയത്ത് ഇലക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഹില്ലരി ക്ലിന്റൺ അവർ ബിൽ ക്ലിന്റനായി തന്നെയാണ് കാണുന്നത്. അവര് എത്രത്തോളം അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യത്തിൽ സംശയമുണ്ട്. അതൊരു വുമൺ ആയതുകൊണ്ടല്ല അവർ പറഞ്ഞത്. ഹില്ലരി ക്ലിന്റനോട് അവർക്ക് ബിൽ ക്ലിന്റൺ മുതലുള്ള സമയത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവർ ഇത്തവണ ട്രംപിന് വോട്ട് ചെയ്യും എന്ന്. ഈ പറയുന്നത് ഒരു ഡെമോക്രാറ്റ് കുടുംബമായിരുന്നു. അവർ അതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിന് മാത്രം വോട്ട് ചെയ്ത പക്ഷേ ഡിബേറ്റ്സിൽ ഹില്ലരിക്ക് ഡിബേറ്റ്സിലല്ല, ഹില്ലരിക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ ഈവൻ സ്ത്രീകളെയും യങ് വോട്ടർമാരെയും. നിങ്ങൾ പ്രൈമറി ആലോചിച്ച് നോക്കൂ, ബേണി സാൻഡേഴ്സ് ആയിരുന്നു ഹില്ലരിയേക്കാളും പോപ്പുലർ ആയ കാൻഡിഡേറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹില്ലരി എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതൊരു സ്ത്രീ എന്നുള്ളത് ഒരു കണക്കിന് ഒരു എന്താ പറയാ, ഈ സ്ത്രീകളോടുള്ള ഒരു എതിർപ്പ്, ഈ ഒരു ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹില്ലരി ക്ലിന്റൺ എന്ന വ്യക്തി എത്രത്തോളം കണക്ട് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ കമല ഹാരിസിനെ സംബന്ധിച്ച് അത്തരം ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, ഒരു വുമൺ എന്ന നിലയിൽ തോന്നിയിട്ടില്ല. യങ് വോട്ടേഴ്സിന് അത് തോന്നുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഡെമോക്രാറ്റ്സ് ജയിക്കും എന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ ഹില്ലരി ഇസ് നോട്ട് കമല ഹാരിസ്. I agree, because the previous person's point, last I think 1.4% അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. But then there's a good chance that this time, because all these valid points he mentioned, that there's a good chance that it might go to Democrats, North Carolina. അതിനൊരു ചാൻസ്. പിന്നെ ഒരു കാര്യം, രഞ്ജിത്ത്, ലിഷാർ ഇവർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മള് നേരത്തെ ടെക്സാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മുൻപൊരു ഡിസ്കഷനിലും ഇന്ന് ഫ്ലോറിഡ ഡിസ്കസ് ചെയ്യുമ്പോൾ സിജിത്തും പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് നോർത്തേൺ സ്റ്റേറ്റ്സ് നിന്ന് ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഡെമോക്രാറ്റ് വോട്ടുകൾ കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ബ്ലൂ ബെൽറ്റിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഡെമോക്രാറ്റുകളുടെ വോട്ട് അത് കൂട്ടുമ്പോൾ അവിടെ ഡെമോക്രാറ്റുകളുടെ വോട്ടിനെ അത് അഫക്റ്റ് ചെയ്യില്ലേ? ഇവിടെ കാലിഫോർണിയ, വാഷിങ്ടൺ സ്റ്റേറ്റിലൊക്കെ എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ എത്ര തന്നെ അഫക്റ്റ് ചെയ്താലും വലിയ മാറ്റം ഉണ്ടാവില്ല എൻഡ് റിസൾട്ടിൽ എന്നാണ്. പക്ഷെ ഈ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ഡെമോഗ്രഫിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അതാണ്. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ മൊത്തം ഡെമോഗ്രഫി ഷിഫ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആകെപ്പാടെ ചർച്ച ചെയ്യേണ്ടത് പെൻസിൽവാനിയയുടെ ഡെമോഗ്രഫി ഷിഫ്റ്റിനെ കുറിച്ച് മാത്രമാണ്. അതെ. പിന്നെ ഈവൻ ടെക്സസിലാണ് പിന്നെ ഉണ്ടായിരിക്കുന്ന ഡെമോഗ്രഫി ഷിഫ്റ്റ്, പിന്നെ ഫ്ലോറിഡയിലും. ഇങ്ങനെയാണ് അതിൻ്റെ. പെൻസിൽവാനിയയിൽ ഉണ്ടായ ഡെമോഗ്രഫി ഷിഫ്റ്റ് എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ നിന്നുള്ളതായിരിക്കും. പെൻസിൽവാനിയയിലെ തന്നെ റൂറൽ ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ പിന്നെ ഫിലഡൽഫിയ പോലെയുള്ള സ്റ്റേറ്റുകളിലേക്ക് മൂവ് ചെയ്തു. ഒന്ന്. ഇപ്പം മൊത്തം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രംപിന്റെ വോട്ട് ഷെയറിനകത്തുനിന്ന് 16 മില്യൺ ആൾക്കാർ അപ്രത്യക്ഷമായി. 2016 ട്രംപിനുണ്ടായിരുന്ന 16 മില്യൺ ആൾക്കാർ അപ്രത്യക്ഷമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഷിഫ്റ്റ് ചെയ്ത് ഒരു വലിയ ഡെമോക്രാറ്റ് ഏരിയയിലേക്ക് മൂവ് ചെയ്തു. അവരുടെ വോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്ന ഒരു സിനാരിയോയിലേക്ക് അവർ മൂവ് ചെയ്തു. ഒന്ന്. പിന്നെ കുറേ പേര് മരിച്ചുപോയി. കാരണം ട്രംപിന്റെ അന്നത്തെ ഏറ്റവും വലിയ വോട്ടിംഗ് ബേസ് എന്ന് പറയുന്നത് പിന്നെ ഇവരായിരുന്നു, അതായത് ബൂമേഴ്സ് ആയിരുന്നു. അവർ കുറേ പേര് മരിച്ചുപോയി. നമ്മുടെ കോവിഡ് വന്ന് തന്നെ ഏകദേശം 1 മില്യൺ ആൾക്കാർ മരിച്ചുപോയല്ലോ. അതിൽ ആദ്യത്തെ ഒരു 700,000 ആൾക്കാർ മൊത്തം റിപ്പബ്ലിക്കൻസ് ആയിരുന്നു. കാരണം അവർ വാക്സിൻ എടുക്കാതെയും പിന്നെ ഐവർമെക്റ്റിൻ കഴിക്കാനൊക്കെ പോയാണ് അവർ സ്വയം ശരിക്കും ഒരു ആത്മഹത്യ ചെയ്ത പോലെയാണെന്ന് അന്നത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 16 മില്യൺ ആൾക്കാർ ട്രംപിന്റെ വോട്ട് ബേസിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഏകദേശം കണക്ക്. അതിൽ പെൻസിൽവാനിയയിലാണ് അങ്ങനത്തെ ഒരു ഡെമോഗ്രഫി ഷിഫ്റ്റ് ശരിക്കും ഉണ്ടായത്. റൂറൽ ഏരിയയിൽ നിന്ന് ആൾക്കാർ മൂവ് ചെയ്തു. പിന്നെ ഓസ്റ്റിൻ ടെക്സസിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ മൂവ് ചെയ്തു. അതുകൊണ്ടാണ് ടെക്സസ് മേ ടേൺ ബ്ലൂ എന്നും പറഞ്ഞ് ഒരു തിയറി ഇപ്പോൾ ഓടുന്നുണ്ട്. പക്ഷെ ഐ എം 100% ഷുവർ ടെക്സസ് ഈസ് നോട്ട് ഗോയിങ് ടു ടേൺ ബ്ലൂ. കാരണം ഞാനിപ്പോൾ നമ്പർ ഒന്ന് ക്രഞ്ച് ചെയ്ത് നോക്കി.
എൻ്റെ കാൽക്കുലേഷൻ ഒരു 600,000 വോട്ടിൻ്റെ ഒരു കുറവുണ്ട്. ആ 600,000 വോട്ട് കിട്ടണമെങ്കിൽ ഇനി ഒരു 3.5 മില്യൺ ആൾക്കാർ ടെക്സസിൽ വോട്ട് ചെയ്യണം ഇലക്ഷൻ ഡേയിൽ. പക്ഷേ ടെക്സസിൽ 3.5 മില്യൺ വോട്ട് ഇല്ല. ഇനി ഒരു 2-2.25 മില്യൺ വോട്ടുകളേ ഉള്ളൂ. അത് കാരണം ടെക്സസ് വിൽ നോട്ട് ടേൺ ബ്ലൂ എന്നുള്ളതാണ് എൻ്റെ അസംഷൻ. പിന്നെ ഫ്ലോറിഡ നമ്മുടെ റഡാറിനകത്ത് ഇല്ലാത്ത കാരണം ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഈ ഡെമോഗ്രാഫി ഷിഫ്റ്റ്, പോർട്രിക്കൻ ഇഷ്യൂ ഒക്കെ കൊണ്ട് ചിലപ്പം ഫ്ലോറിഡയും ബ്ലൂ ആകാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. രഞ്ജിത്ത്, ഇത് ഭാഗ്യരാജാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ അതായത് ജോർജിയ ഡിസ്പൈറ്റ് വാട്ട് എവർ ട്രംപ് ഡിഡ് അല്ലെ, ട്രംപിന്റെ എല്ലാ എല്ലാവിധമായ പ്രശ്നങ്ങൾ അബൌട്ട് unfair elections and everything, it's all based out of Georgia. ഇത്ര ഉണ്ടായിട്ടും, ഇത്ര പ്രൂഫ് ഉണ്ടായിട്ടും that whatever he said is basically unfounded, എല്ലാം അൺഫൗണ്ടഡ് അലിഗേഷൻസ് ആണ്. ട്രംപിനെ ചുറ്റി ഇരുന്ന് ഹെൽപ്പ് ചെയ്ത അത്ര പേരും ഇപ്പൊ ജയിലിലാണ്, റൈറ്റ്? ഓൺ ദാറ്റ് ഇത്ര ഉണ്ടായിട്ടും, ആൻഡ് അറ്റ്ലാന്റ becoming one of the biggest blue zone area, right? Despite all that, why do you think that Georgia is still trending towards Trump? No. Last election, no one ever thought that Trump, Biden had any chance in Georgia. Last election ആണ് ചോദിക്കുന്നത്. Yeah, I mean in the last election, right? There was absolutely there was, I mean, even after the post polls, right? In the survey and everything, no one gave Biden a chance in Georgia. But what did Trump do this time that Georgia is trending so strong towards Republican? And we are talking about Pennsylvania and North Carolina to basically help out Democrats. Bhagiraj, I want to tell you, I was the only one who predicted Georgia is going to turn blue last time. Okay, everybody made fun of me, and I correctly predicted Georgia is going to turn blue. You know why? Georgia has a heavy ground. Georgia has a woman named Stacey Abrams. Stacey Abrams is one of the biggest Democratic Sangadaka. What do you call? Sangadaka. Campaigner. വോട്ടിംഗ് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കാൻ അവർ ചെയ്ത. ഓക്കെ, അപ്പോ സ്റ്റേസി അബ്രഹാം പിന്നെ ഗവർണറായിട്ട് നിന്ന് തോറ്റു, ബ്രയൻ കെമ്പിനെതിരെ ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയ ഒരു സ്ത്രീയാണ്. അപ്പൊ ആൻഡ് ഡെമോക്രാറ്റ് പാർട്ടി ഓഫേർഡ് എ സെനറ്റ് സീറ്റ് ഓർ പിന്നെ കോൺഗ്രസ് സീറ്റ് ഒക്കെ ഓഫർ ചെയ്താണ്. അപ്പൊ സ്റ്റേസി അബ്രഹാം പറഞ്ഞു, ഐ എം ഗോയിങ് ടു സ്റ്റേ ഇൻ ജോർജിയ, ഐ എം ഗോയിങ് ടു ബ്രിങ് ബ്ലാക്ക് വോട്ട്സ് into the Democrats vote. She spent 4 years making sure that every single black vote, ജോർജിയ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അറ്റ്ലാന്റ ഏരിയ ഉണ്ട്, അതിന്റെ ചോട്ടിൽ ബ്ലാക്ക് ബെൽറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ബ്ലാക്സിന്റെ ഒരു കോൺസെൻട്രേറ്റഡ്. അപ്പൊ she went through door to door for 4 years and made sure every single black voters is registered into the system. And in fact, the last year 11,000 വോട്ടിനാണ് ബൈഡൻ ജയിക്കുന്നത്. 11,000 vote was from the black woman. Got it. And this year Trump is not leading in Georgia. I don't know, the polls might say a different story, but Georgia is heavily blue this year. I mean that is see, that's what my thought process as well. But the polls consistently is saying that Trump is leading by 3 points, which should not be discounted that easily, right? അതായത് ഒരു പോൾ പോലും ഇതുവരെ I hear always Democrats in Georgia പോൾസിലൊക്കെ. എനിക്ക് അത്ര ട്രംപിന്റെ ഒരു ഇതായിട്ട് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. 57% വോട്ട് ഓൾറെഡി അവിടെ പോൾ ചെയ്ത് കഴിഞ്ഞെന്നാണ് ഇന്നലെ മിനിങ്ങാന്ന് കണ്ടത്. 57% ഓഫ് ദ ടോട്ടൽ വോട്ട് ഓൾറെഡി പ്രീ പോൾ ചെയ്ത് കഴിഞ്ഞു.
അതെ, ആ 57% ഏതാണ്ട് 55% ഡെമോക്രാറ്റ്സ് ആണ്. Yeah, that is the സോ thing. ഈ സ്റ്റേസി എബ്രാംസിന്റെ പേര് രഞ്ജിത്ത് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇനിയൊരു ഫ്യൂച്ചർ ഡെമോക്രാറ്റിക് താരമായി ഞാൻ കാണുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഒരു വനിത, ഒരു ഡെമോക്രാറ്റിക് ഒരു മുഖം. പലരും പറയും മിഷേൽ ഒബാമ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് സ്റ്റേസി എബ്രാംസ് ആണ് അവിടെ വരാൻ പോകുന്നത്, ഒരുപക്ഷെ മിഷേൽ ഒബാമ അല്ലായിരിക്കുമെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഡെമോക്രാറ്റ് പാർട്ടിക്ക് അങ്ങനെയുള്ള ഫ്യൂച്ചർ മുഖങ്ങളുണ്ട് അല്ലേ? ഇത് റിപ്പബ്ലിക്കൻ വേഴ്സസ് ഡെമോക്രാറ്റ് എന്ന് എടുക്കുമ്പോൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരൊറ്റ മുഖമേ ഉണ്ടായിട്ടുള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ. അതേസമയം ഡെമോക്രാറ്റ് പാർട്ടിക്ക് നമുക്ക് ഫ്യൂച്ചറിൽ ഇത്തരത്തിൽ വലിയ മാസസിനെ വോട്ടിംഗ് പ്രോസസ്സിനകത്തേക്കും വലിയ യങ് പീപ്പിളിനെ വലിയ തോതിൽ പോളിംഗ് ബൂത്തുകളിലേക്കും രാഷ്ട്രീയ പ്രോസസ്സിലേക്ക് ആകർഷിക്കാൻ പാകത്തിനുള്ള ഒരുപാട് പേരെ വാർത്തെടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഈ കാലയളവിൽ. ഓഫ് കോഴ്സ്. AOCയുടെ പേര് പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും. AOCയെ പലർക്കും, അതായത് ഒരു സെൻട്രൽ ലെഫ്റ്റ് ആയിട്ടുള്ള പഴയ ഡെമോക്രാറ്റ്സിനൊന്നും AOC ഇഷ്ടമല്ല. പക്ഷെ AOC ഈസ് എ ഷൈനിങ് സ്റ്റാർ ഇൻ ഡെമോക്രാറ്റിക് പാർട്ടി. ജെഫ് ജാക്സൺ ഈസ് ഷൈനിങ്. പിന്നെ മിഷിഗൺ കാലിഫോർണിയ, ഗവർണർ മിഷിഗൻ വിസ്മർ. പിന്നെ ന്യൂസം കാലിഫോർണിയ. ഗ്രാൻഡ് പിന്നെ നമ്മുടെ വേറെ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, മറ്റേ ബോർഡ് കൊണ്ടുവന്ന് വരച്ചു കാണിക്കുന്ന പുള്ളി. അത് കാലിഫോർണിയയിലെ പോട്ടർ, POTER, പോട്ടർ, കേറ്റി പോട്ടർ. കേറ്റി പോട്ടർ ഷീസ് അമേസിങ്. ഷീസ് അമേസിങ്. പിന്നെ വേറൊരു പുള്ളി കൂടെ ഉണ്ട് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ടൈം. ഈവൻ ജസ്റ്റ് ജാക്സൺ, നോർത്ത് കാരോളിന, പുള്ളിക്കാരൻ ടിക്ടോക്കിലൂടെ ചെയ്യുന്നത് വലിയൊരു ഇതാണ്. പുള്ളിക്കാരൻ ഒരു ഫ്യൂച്ചർ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. പിന്നെ പീറ്റ് ബുട്ടിജേജ് ഈസ് എ പ്രസിഡന്റ് കാൻഡിഡേറ്റ്. പിന്നെ ലീന ഖാൻ. യെസ്. പിന്നെ നമ്മുടെ ബെറ്റ ഓറൂക്ക്, ടെക്സസിൽ നിന്നുള്ള ബെറ്റ ഓറൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത ഒബാമയാണ്. അമേസിങ് ഒറേറ്റർ. അപ്പോ ഇവരൊക്കെ ടെക്സസിനെ ബ്ലൂ ആക്കാൻ അദ്ദേഹം വലിയ സംഭാവന നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. അവിടുത്തെ സ്റ്റേസി എബ്രാം ആണ് ബെറ്റ ഓറൂക്ക്. ഇതെല്ലാം പറഞ്ഞു വരുന്നത് ഈ ട്രംപ് എന്ന വ്യക്തി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇനി ഒരു ഇലക്ഷൻ ജയിച്ചു പോയാൽ പോലും റിപ്പബ്ലിക്കൻ ആണെങ്കിൽ ഗുണം ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലെ? ആ മാഗ ട്രെൻഡ്. കാരണം കഴിഞ്ഞ 34 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം കണ്ട പോപ്പുലർ വോട്ട് റിപ്പബ്ലിക്കൻ ജയിച്ചുള്ളൂ. അത് അത്രയും തന്നെ ഈ രാജ്യം എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ മാഗ മൂവ്മെന്റ് റിപ്പബ്ലിക്കന് ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ കൺസർവേറ്റിസം പോലും സമ്മതിക്കാമെങ്കിൽ പോലും ഈ കൾച്ചറൽ കൺസർവേറ്റിസം അവരെ നശിപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ട്രംപിന് വേണ്ടി ഫോക്കസ്ഡ് മഗയും ഇതും എല്ലാം. ഇറ്റ്സ് നത്തിങ് മോർ ടു റിപ്പബ്ലിക്കൻ. റിപ്പബ്ലിക്കൻസിന്റെ ഫ്യൂച്ചർ ഇസ് പ്രിറ്റി ഗ്രിം, റൈറ്റ്? മേ ബി വിവേക് രാമസ്വാമിയോ വല്ലവരും ചിലപ്പം സ്മാർട്ട് ആയിട്ട് വരുമായിരിക്കും. ബട്ട് all the other future elections Democrats have high chance because ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ വിവേക് രാമസ്വാമി വരുമ്പം അവര് സ്റ്റാറ്റ്സോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് മാൻ്റെ സാധനം അല്ല പറയുന്നത്. അവര് അഗെയിൻ ഗോയിങ് ബാക്ക് ടു കൺസ്പിറസി തിയറീസ്. അങ്ങനെ വരുമ്പോൾ ആസ് ദ കൺട്രി ആൾക്കാർ മോർ എഡ്യൂക്കേറ്റഡ് ആകുന്തോറും പോകും. നമ്മളിപ്പം എഡ്യൂക്കേഷൻ ശരിയാണ്, നമ്മൾ അമേരിക്കയുടെ ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്കയുടെ പ്രത്യേകത ഒരു 10 സംസ്ഥാനം പോലും ഇല്ല 1 മില്യൺ മേളില്, അല്ല 10 സംസ്ഥാനമല്ല 10 ടൗൺ പോലും ഇല്ല 1 മില്യൺ മേളിൽ പോപ്പുലേഷൻ ഉള്ളത്. അവിടെ വന്നിട്ട് അതിന്റെ ഒരു 100 മൈലിൽ ഒരു റേഡിയസ് എടുത്തിട്ട് ഒരു കോമ്പോസിറ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന അമേരിക്ക തീരും. ബാക്കി മൊത്തം നെബ്രാസ്കയും മോണ്ടാനയും അടങ്ങുന്ന ഒരു അമേരിക്കയാണ്. ആ അമേരിക്കയിൽ ഈ പറഞ്ഞ മാഗ വെച്ച് നിങ്ങൾക്ക് ഇപ്പൊ കളിക്കാമായിരിക്കും. പക്ഷെ ഇതാണ് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ട്രംപിന്റെ കാര്യത്തിന് പോകും. വൺസ് ഈസ് ഡൺ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇപ്പൊ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ട്രംപിന്റെ ക്ലോണുകളാണ്. ഈ വിവേക് രാമസ്വാമി എന്നൊക്കെ പറയുന്ന ട്രംപിന്റെ ക്ലോണുകളാണ്. ഞാൻ ഇതിനകത്ത് വ്യത്യസ്തമായി കാണുന്നത്
റിയൽ പൊളിറ്റീഷ്യൻസ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ എല്ലാവരെയും കാണുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വരുന്ന ബൈഡൻ ഉൾപ്പെടെ, AOC അല്ലെങ്കിൽ സ്റ്റേസി എബ്രാംസ്, ആരാണെങ്കിലും. അതേസമയം അവിടെ ട്രംപ് ആണെങ്കിലും ഇപ്പോൾ വിവേക് രാമസ്വാമി മെക്കെയിൻ ഗ്രാസ് ഒഴിച്ചാൽ, റൂട്ട് മെക്കെയിൻ ഒഴിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കുറെ തെരഞ്ഞെടുപ്പുകളിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളിൽ കൂടുതൽ പേരും ഈ ബില്ലിനെയർ, അതായത് വലിയ പണം കൊണ്ടുവന്ന് ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിനെ ഒരു ഫണ്ട് ചെയ്ത് നേരിടുന്നവരാണ്. അങ്ങനെ അല്ല അനുപമ, അങ്ങനെ നല്ല മനുഷ്യരെ ഇവര് റിപ്പബ്ലിക്കൻസ് പുറന്തള്ളി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ആൻഡ്രൂ കിസിഞ്ചർ, പിന്നെ പോൾ റയൻ. Yeah, I was about to tell about Paul Ryan. Yeah, റിക് സാന്റോറം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പൊളിറ്റീഷ്യൻസ് റിപ്പബ്ലിക്കൻ അവര് റിസൈൻ ചെയ്ത് വി ആർ നോട്ട് റണ്ണിങ് ഫോർ സെക്കൻഡ് ടേം എന്നും പറഞ്ഞിട്ട് അവര് വീട്ടിൽ പോയിരിക്കുകയാണ് വെറുതെ. കാരണം ദേ വാണ്ട് ടു സിറ്റ് ഔട്ട് ഫോർ ദിസ് ട്രംപ് ഇയറ ടു എൻഡ് ബേസിക്കലി. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഇലക്ഷന് ടെക്സസ് ഷുഡ് ടേൺ ബ്ലൂ. ടെക്സസ് ബ്ലൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഈസ് ഡൺ. ഈ പറയുന്ന കൺസർവേറ്റീവ് ഇവരെല്ലാവരും വന്ന് ദേ വിൽ പുഷ് ട്രംപ് ഔട്ട്. പക്ഷെ അയാൾ പോകുമല്ലോ എന്ന് എനിക്കറിയില്ല. ഈ തരത്തിലുള്ള ഒരു അതൃപ്തി ട്രഡീഷണൽ റിപ്പബ്ലിക്കൻ നേതാക്കൾക്ക്, അതായത് ഈ പറയുന്ന ട്രംപിനെ പോലെയോ വിവേക് രാമസ്വാമിയോ പോലെയുള്ള അല്ലാത്ത റിപ്പബ്ലിക്കൻ ക്യാമ്പിന് ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് റിഫ്ലക്ട് ചെയ്യുക? ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ദേ വിൽ go ahead and make Trump win, or will they stay out, or will they, എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അവരുടെ അനുയായികളും അവരും? അത് അവർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ട്രംപിനെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അവരെ പ്രൈമറി നടത്തി അവരെ തോൽപ്പിക്കും. അവരുടെ കരിയർ വരെ പുള്ളി നിർത്തിക്കളയും. അപ്പം എല്ലാവർക്കും ട്രംപിനെ പിണക്കാൻ ഭയങ്കര പേടിയാണ്. ഈസ് എ ടെറർ ഇൻ ദി പാർട്ടി. They will hang around for 4 years. No, very true. Very true. I completely, second Ranjit here. One of the things is the grip that Trump has on this Republican Party is unbelievable. One thing, if we have to appreciate Trump, is basically, how you can have, absolute control of something that, you want to be a leader of. Whether it is good or bad is out of the equation, out of the question here, right? Absolute grip. That's a factor. Because the same bill of, the influx of migrants they were talking about, Democrats' bill, whatever they presented, was a much decent bill. They basically went ahead a lot of their values. They turned moderate to actually, get that bill passed, right? To control this border issue. But just because he wanted this problem to stay, whatever Trump did was unbelievable. And that is the only campaign point that Democrats have had now to basically even say how bad Trump is, right? Or what Trump has done. But the grip that he has had on that entire group of politicians who happen to be opportunities at this point is very, very unfortunate. So until Trump decides to leave, I don't think there is absolutely no end of the no light at the end of the tunnel for Republican Party. ഈ പറഞ്ഞതില് ഇതെല്ലാരും പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പോയി നിൽക്കുന്നത് 2008 സിറ്റിസൺ യൂണിയൻ എന്നൊരു ഡിസിഷനിലാണ്. ഈ നമുക്ക് നമ്മളെ പേര് വെളിപ്പെടുത്താതെ നമുക്ക് ഫണ്ട് ചെയ്യാമേ സൂപ്പർ പാക്സിന്റെ ഒറിജിനൽ 2008 സിറ്റിസൺ യൂണിയനാണ്. ഇപ്പം ഈ ഇടയ്ക്ക് ആരോ പറഞ്ഞു ഈ നോർത്ത് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഇപ്പം ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകുമ്പോഴും പറ്റിയല്ലോ മസ്ക് എന്ന വ്യക്തി ഈ ചെയ്യുന്നതിലും പുള്ളിക്ക് ചുമ്മാ ഒരു 100 എത്രയോ മില്യൺ എറിയുന്ന ഒരു സൂപ്പർ പാക്കിലേക്ക്, ആ പാക്ക് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ പെൻസിൽവാനിയാണ് അവിടെ വോട്ട് നടത്തുന്നത്. ഇതൊക്കെ ചെയ്ത് അത് കഴിയുമ്പോൾ ട്രംപിന് പച്ചയ്ക്ക് പറയാൻ പറ്റുന്നു വിജയിച്ചു കഴിഞ്ഞാൽ ഇയാളെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കും. അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ സിറ്റിസൺ യൂണിയന്റെ ഇതാണ് എന്റെ തോട്ട്. അത് അത്ര നല്ലതല്ല, രാജ്യത്തിന് ഹെൽപ്പ് ചെയ്യല ഈ സൂപ്പർ പാക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. സൂപ്പർ പാക്സ് ഒരു ശല്യമാണ്. ഒരു ഭീകര അവസ്ഥയാണ്.
ചുമ്മാ ഒരു രാജ്യത്തിന് അങ്ങനെ തന്നെ ബൈ ഔട്ട് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് സൂപ്പർ പാക്സ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചെറിയ പോള് കൊടുത്തിരുന്നു സൈഡില്. അതിന്റെ അകത്ത് എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. 5 പേര് മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു വെറുതെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയാണല്ലോ, അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ അത് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇതുവരെ 5 പേര് വോട്ട് ചെയ്തതിൽ 3 പേര് ഹാരിസും 2 പേര് ട്രംപ് ജയിക്കും എന്നാണ് കരുതുന്നത്. അത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണോ എന്നുള്ളത് അറിയില്ല. എനിവേ നമുക്ക് 11:15 അടുത്തായി എന്ന് തോന്നുന്നു അല്ലെ ഈസ്റ്റ് കോസ്റ്റിൽ ഇപ്പൊ സമയം. നമുക്ക് വി ക്യാൻ ഗോ ഓൺ ആൻഡ് ഓൺ അബൌട്ട് ദിസ് ഡിസ്കഷൻ. പക്ഷെ ഇതിന്റെ പ്രോബ്ലം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ലേറ്റ് ആയി എന്നുള്ളതാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വീണ്ടും കാണാൻ ശ്രമിക്കാം. ഇതുപോലെ ഒരു മല്ലു ചായക്കട ചർച്ച എന്ന് ഞാൻ ഇതിന് പേര് വെക്കാൻ കാരണം തന്നെ നമ്മൾ ആരും ഓഫ് ഹാൻഡ് ആയിട്ട് വന്ന് സംസാരിക്കുകയാണ്. നമ്മൾ ഇതുവരെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും ഈ ചർച്ചയ്ക്ക് വേണ്ടി ചെയ്യാതെ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയുക എന്നുള്ളതേ ഉദ്ദേശിച്ചുള്ളൂ. അത് നടന്നു എന്ന് തന്നെ വിചാരിക്കുകയാണ്. വി ഷുഡ് മീറ്റ് അഗെയിൻ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ. തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഞങ്ങളുടെ കുറെ ഇലക്ഷൻ റിസൾട്ട് വ്യൂവിംഗ് കൂടെ ഫയർ സൈഡ് റിസൾട്ട് അന്ന് വരുമോ? ഇല്ലല്ലോ, റിസൾട്ട് അന്ന് വരുമോ? ഈ ജോർജിയയില് 50 ഇത്രയും ഇലക്ഷൻ വോട്ടുള്ള കാരണം ബുധനാഴ്ച എങ്കിലും വരുമോ റിസൾട്ട്? വെള്ളിയാഴ്ചയോ? അല്ല, വെള്ളിയാഴ്ചയോ? കഴിഞ്ഞ തവണത്തെ പോലെ ആവും അല്ലേ? അത്രയും പോവില്ല. വെള്ളിയാഴ്ചക്കുള്ളിൽ. കാരണം ഇപ്പൊ പെൻസിൽവാനിയ മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം പെൻസിൽവാനിയ കഴിഞ്ഞ കൊല്ലം റൂള് മാറ്റി. അവർ ഈ മെയിൽ ബാലൻസ് ഇലക്ഷൻ ഡേയിൽ മാത്രമേ എണ്ണാൻ പറ്റുള്ളൂ എന്ന് ഒരു നിയമം വെച്ചു. അപ്പൊ അത് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പെൻസിൽവാനിയയിലാണ് സിഗ്നിഫിക്കന്റ്. കാരണം അത്രയും നമ്പർ. പക്ഷെ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂഹാംഷയറിന്റെ റിസൾട്ട് ആദ്യം വരും. ചെറിയ സ്റ്റേറ്റ് ആണ്, ആകെ 4-3-7 പേരേ ഉള്ളൂ ഇവിടെ. അപ്പൊ ആദ്യം ആ റിസൾട്ട് ഒരു 9 മണിയോ 9:30 ആകുമ്പോൾ വരും. അതില് റിപ്പബ്ലിക്കൻസ് ഡെമോക്രാറ്റ്സ് അനുപാതം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി എ പോയിന്റർ ഫോർ ദി റെസ്റ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ നമുക്ക് ഏകദേശം അതിൽ എത്ര ഇതുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, വൈൻഡപ്പ് ചെയ്യണം. ഒരു ചോദ്യം രഞ്ജിത്ത്, ഐ തിങ്ക് യു ആർ ക്ലിയർ അബൌട്ട് നെവാഡ ആൻഡ് അരിസോണ. നമ്മൾ ചർച്ച ചെയ്തേയില്ല. അതാണ് എനിക്ക് അറിയാത്തത്. അത് ഏത് ഭാഗത്തേക്ക് അത് ട്രംപ് രഞ്ജിത്ത് പറഞ്ഞോ? അത് ഇല്ല, അരിസോണ ഐ എം 100% ഷുവർ ഇസ് ഗോയിങ് ടു ഡെമോക്രാറ്റ് ബിക്കോസ് അബോർഷൻ ഈസ് ഓൺ ദി ബാലറ്റ്. Immigration also matters, right? The other side. അതാണ് ഇപ്പൊ ട്രംപിന്റെ ഇതെടുത്ത് നോക്ക്, മറ്റേ അങ്ങരുടെ ഇലക്ഷന്റെ മെസ്സേജിങ് എടുത്ത് നോക്ക്. ആദ്യം പുള്ളി എക്കണോമിയിലാണ് പിടിച്ചത്. എക്കണോമി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് എക്കണോമി എല്ലാം ഏകദേശം സ്റ്റേബിളായി. നമ്മൾ 2.9 GDP ഗ്രോത്ത് ആയി, ഇൻഫ്ലേഷൻ കൂൾ ഡൗൺ ആയി, വിലക്കയറ്റം കുറച്ച് കുറഞ്ഞു. അപ്പോൾ ആൾക്കാർക്കൊക്കെ അത് ഫീൽ ചെയ്ത് തുടങ്ങി. പുള്ളി എക്കണോമി വിട്ടു. പുള്ളി ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പിന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷനാണ്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡർ സ്റ്റേറ്റുകൾക്ക് അവർക്കറിയാം ഇല്ലീഗൽ ഇമിഗ്രേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അത് കാരണം അവർക്ക് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഇയാൾ ഈ റെട്രിക്കുകൾ കൂട്ടുന്നത്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് പട്ടിയെ തിന്നുന്നു, പൂച്ചയെ തിന്നുന്നു, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇയാളുടെ കംപ്ലീറ്റ് കിളി പോയത് കൊണ്ടല്ല. ഹി ഡസന്റ് നോ what is going to resonate with the people. So he is ramping up his rhetoric basically. അപ്പോൾ അതും ഫലിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വളരെ താങ്ക്സ് രഞ്ജിത്ത്, ഇത്രയും നേരം ക്ഷമയോടെ ഇരുന്ന് സംസാരിച്ചതിനും എല്ലാവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതിനും. ഇറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. വേറൊരു നമ്മളെ പൊതുവിൽ മുഖ്യധാരയിൽ വായിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് രഞ്ജിത്ത് പറഞ്ഞത്. നമ്മൾ വായിക്കാതെ പോകുന്ന പലതുമുണ്ട് ഈ മീഡിയയുടെ ഒരു ഓവർ ഇതുകൊണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ ഡീറ്റെയിൽഡായി ഡാറ്റ നോക്കിയൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് കുറെ കൂടെ എളുപ്പവും റിഫ്രഷിങ്ങും ആണ് എന്നുള്ളതാണ്.
അപ്പം താങ്ക്സ് രഞ്ജിത്ത്. ഒപ്പം ലിഷാർ, ഭാഗ്യരാജ്, ബോബി, ഹുസൈൻ, നസീർ നമ്മുടെ ഒപ്പം സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. ബോബി പറഞ്ഞു നസീറിന് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്തോ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. താങ്ക്സ് നസീർ ജോയിൻ ചെയ്തതിന്. ഒപ്പം ബോബി, ജയപ്രകാശ്, ജോബി, ജോയൽ, ഷോബി വർഗീസ്, സ്മിത, ഇവരെ രണ്ടുപേരെയും കാണുന്നുണ്ട്. അവരും സംസാരിച്ചിട്ടില്ല, ബട്ട് താങ്ക്സ്. ഒപ്പം നയന, ഹേമന്ത്, ആർഷ ഇവരൊക്കെ നേരത്തെ ജോയിൻ ചെയ്തിരുന്നു. എല്ലാവർക്കും നന്ദി. നമുക്ക് കാണാം ഇലക്ഷൻ റിസൾട്ട്.